ധ്രുവകുമാരൻ ഭഗവാനെ കണ്ട് ഭജിച്ച് നല്ലോണം നമസ്കരിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് കൊട്ടാരത്തേക്ക് പോന്നു. അങ്ങനെ കൊട്ടാരത്തേക്ക് പോകുന്നിരിക്കുന്ന കാലത്ത് എന്താ വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞു അച്ഛൻ്റെ ആ നാട്ടിൽ അച്ഛൻ്റെ കൂടെയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിച്ചു കൂട്ടുന്ന കാലത്ത് അദ്ദേഹം വിവാഹമൊക്കെ കഴിഞ്ഞു. ഇളായാമപി ഭാര്യായാം വായോഫ് പുത്രിയാം മഹാബല അങ്ങനെ ഉണ്ടായി. അദ്ദേഹം പുത്രൻ ഉൽക്കലൻ നാമാനം, ഭാര്യയുടെയും പുത്രൻ്റെയൊക്കെ കഥയാണ് പറഞ്ഞത്. പുത്രൻ ഉൽക്കലൻ എന്ന് പറഞ്ഞ പുത്രനൊക്കെ ഉണ്ടായി, അതൊക്കെ ഉണ്ടായി എന്ന് പറയുക. പിന്നെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഉത്തമൻ എന്ന് പറഞ്ഞൊരു കുമാരൻ ഉണ്ടാകുന്ന പറഞ്ഞു. നമ്മുടെ ഈ ഉത്തമൻ എന്ന് പറഞ്ഞ ഉണ്ണി അറിയില്ലേ, സുരുചിയുടെ മകൻ ഉത്തമൻ. ഈ ഉത്തമൻ എന്താ ഉണ്ടായിച്ച ഉത്തമസ്തു അകൃതോദ്വാഹോ മൃഗയാം അങ്ങനെ ഉണ്ടായത്. അദ്ദേഹം അകൃതോദ്വാഹം വിവാഹമൊക്കെ കഴിക്കണതിന് മുമ്പ് തന്നെ ഉണ്ടായത്. മൃഗയായാം വലിയ സാ ഹത പുണ്യജനേന ദ്രൗ തന്മാതാസ്യ ഗതിം ഗത അതുണ്ടായത്. ഇദ്ദേഹത്തിനെ ഈ ഉത്തമനെ ഒരു യക്ഷന്മാരാരോ കൊന്നു അത്രേ, അങ്ങനെ ഉണ്ടായത്. അങ്ങനെ ഈ ഉത്തമൻ മരിച്ചു എന്നുള്ള ദുഃഖം കൊണ്ട് സുരുചിയും ആ വിഷമത്തില് പുത്രദുഃഖത്തിൽ സുരുചിയും മരിച്ചു. എന്തല്ലേ കഥ, എങ്ങനെ കഴിച്ചു കൂട്ടിയവരാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മള് അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേ എന്നാണ്. എന്നുവെച്ചാൽ അർത്ഥം രാജാവിന്റെ വലിയ ഇഷ്ടക്കാരിയായിട്ടും മറ്റേയായിട്ട് കഴിച്ചു കൂട്ടിയിട്ടുള്ള സുരുചിക്കാണ് ഇപ്പൊ ഈ ഗതി ഉണ്ടായത്. എന്ത് ഗതി ഉണ്ടായത്? ഒരു ഗതി ഉണ്ടായില്ല, ഗതി ഇല്ലാണ്ടാണ് ആയത്. ശരിയല്ലേ ഇത്? അപരിപാലിക്ക് ഒന്നും ചെയ്യാതെ അവഗണിച്ചും അല്ലാതെ ഉപദ്രവിച്ചും ഒക്കെ കളഞ്ഞിട്ടുള്ള സുനീതിയും മകനും ഇപ്പൊ എന്തായി? എത്തേണ്ട ദിക്കിലെത്തി. എന്താ കാരണം? അവര് പിടിച്ചത് എവിടെയാ? ഭഗവാന്റെ പാദത്തിലാ പിടിച്ചതേ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവര് തഴച്ച വളർന്ന് പൊടിച്ചു മുട്ടി മുളച്ച് നന്നായിട്ട് വന്നു. മറ്റേതാണെങ്കിലോ നാശമായിട്ടും തീർന്നു. അതാ പറയുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ കാണുന്ന ഭൗതികമായ മഹിമയിലൊന്നും കണ്ട് ഭ്രമിക്കണ്ട. എന്താ ഇപ്പൊ എപ്പോഴാ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. ശരിയല്ലേ ഇത്? എങ്ങനെ ലോകം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഏറ്റക്കുറച്ചിലാണേ. സമല്ല ലോകം, വിഷമാണ്. എന്താ വിഷമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ പോവുക. ഇങ്ങനെ പോവില്ല. ജീവിതം അങ്ങനെ തന്നെയല്ലേ? സുഖം ദുഃഖം, സുഖം ദുഃഖം, സുഖം ദുഃഖം എന്നല്ലാതെ സുഖം തന്നെയായിട്ട് അങ്ങനെയുണ്ടോ? ദുഃഖം തന്നെ അങ്ങനെയില്ല. ഇതിങ്ങനെ മാറി മറിഞ്ഞ് ലോകത്തിന്റെ ഗതി ഇങ്ങനെയാണേ. അപ്പൊ അതുകൊണ്ടാണ് ഉണ്ടായത്. ആ കാലത്ത് തൻ്റെ സഹോദരനായ ഉത്തമകുമാരനെ ഈ യക്ഷന്മാരുടെ കൂട്ടത്തിൽ ഏതോ ഒരു യക്ഷൻ കൊന്നു എന്ന് കേട്ടിട്ട് എന്താ ഇപ്പൊ ഉണ്ടായിച്ചാൽ ഇത് സഹിച്ചില്ല ഈ ധ്രുവകുമാരനെ. ധ്രുവകുമാരൻ എന്താ ചെയ്തു വെച്ചാൽ, യക്ഷന്മാര് തൻ്റെ സഹോദരനെ കൊന്നപ്പം ആ യക്ഷന്മാരോട് അതിന് പ്രതികാരം ചെയ്യാനായിട്ട് തൻ്റെ പട്ടാളക്കാരെയൊക്കെ ആയിട്ട് ധ്രുവകുമാരൻ എങ്ങോട്ട് പുറപ്പെട്ടു. ഈ കുബേരൻ, ഈ പുണ്യജനന്മാരെന്ന് പറഞ്ഞ യക്ഷന്മാരാണ്. ഈ പുണ്യജനന്മാർ യക്ഷന്റെ രാജധാനിയിലേക്ക് അളകാപുരി എന്ന് പറയും, അളകാപുരിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് സകല യക്ഷന്മാരെ ഇങ്ങനെ കൊന്നു തള്ളി തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യക്ഷന്മാരെ യുദ്ധത്തിൽ വന്നവരെ മുഴുവനും തൻ്റെ ശക്തി കൊണ്ട് കൊന്നു തീർത്തു. അങ്ങനെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യക്ഷന്മാരുടെ വംശം ഇനി ഉണ്ടാവില്ല ഭൂമിയിൽ എന്നൊരു ഘട്ടം വന്നപ്പം മനുമുത്തശ്ശൻ സ്വയംഭൂവമനു വന്നിട്ട് ഈ കുമാരനോട് പറഞ്ഞു, ധ്രുവകുമാരനോട് പറഞ്ഞു, ധ്രുവകുമാര എന്തായി കാണിച്ചു കൂട്ടുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ പാപമുണ്ട്. എന്താ വെച്ചോ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാന്ന് പറയുന്നത്? ഇങ്ങനെ കൊല്ലാൻ പാടുണ്ടോ ഉണ്ണിയെ? നീ എങ്ങനെയുള്ളവനാണ്? ഈ നാരദ മഹർഷിയുടെ ശിഷ്യനല്ലേ കുമാരാ താൻ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? നാരദ മഹർഷിയുടെ ശിഷ്യനല്ലേ എന്ന്. അതായത് പഴയ കാലത്തൊക്കെ ഗുരുനാഥന്മാരുടെ പേര് കേട്ടാൽ അപ്പോൾ അടങ്ങും. വലിയ വലിയ പുറപ്പാടൊക്കെ ആ സമയത്ത് അങ്ങോട്ട് അടങ്ങും. ഗുരുനാഥന്മാരുടെ പേര് കേട്ടാൽ അങ്ങനെയാ. ഇപ്പോഴൊക്കെ വെച്ചാൽ ഗുരുനാഥന്മാരുടെ പേര് കേട്ട അപ്പം ഇളകും. അതെന്താണെന്നറിയില്ല. അപ്പൊക്കെ അങ്ങനെയാ. ശരിയല്ലേ? അത് അന്നൊക്കെ ഈ നാരദരുടെ ശിഷ്യനല്ലേ ഉണ്ണിയേതാൻ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറയുകയും ചെയ്തു, കുമാര അങ്ങനെ ചെയ്യരുത്. എന്താ വെച്ചോ ഇങ്ങനെയൊക്കെ ഇത്ര യോഗ്യതയിൽ 5-ാമത്തെ വയസ്സിൽ 6 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷാക്കി വന്നവനാ ഉണ്ണി. 5-ാമത്തെ വയസ്സിലൊക്കെ 6 മാസം കൊണ്ട് ആരെങ്കിലും ഭഗവാനെ പ്രത്യക്ഷാക്കിയിട്ടുണ്ടോ? ഈ 5-ാമത്തെ വയസ്സിൽ 6 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷാക്കുക എന്നൊക്കെ അതും 5-ാമത്തെ വയസ്സിൽ 6 മാസം. ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്? ഈ 5-ാമത്തെ വയസ്സിൽ 6 മാസത്തിന്റെ കഥ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവായോണ്ടല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് എന്താണെന്നറിയോ, 5-ാമത്തെ വയസ്സിൽ 6 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷാക്കിയില്ലേ ഉണ്ണിയെ താൻ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കണതിന്റെ കാരണം എന്താ വെച്ചിട്ടോ? ശ്രദ്ധിച്ച് കേട്ടോളൂ. 5-ാമത്തെ വയസ്സിലാണെങ്കിൽ ഭഗവാനെ പ്രത്യക്ഷാക്കാൻ 6 മാസേ വേണ്ടൂ എന്നാ. എന്താ പറഞ്ഞത്? 5-ാമത്തെ വയസ്സിലാണ് നമ്മൾ പുറപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഭഗവാനെ പ്രത്യക്ഷാക്കാൻ എത്ര കാലം വേണം? 6 മാസേ വേണ്ടൂ. അപ്പോൾ 55-ാമത്തെ വയസ്സിലാണെങ്കിലോ? പേനയും കടലാസും ഇല്ലേ കൂട്ടിക്കോളൂ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചവരല്ലേ. 5-ാമത്തെ വയസ്സിലാണെങ്കിൽ 6 മാസേ വേണ്ടു വെച്ചാൽ 55-ാമത്തെ വയസ്സിൽ വെച്ചാൽ എത്ര വേണം? അങ്ങനെ കൂട്ടിയാൽ കിട്ടില്ല. അത് കണക്കിന്റെ ക്ലാസ് അല്ലല്ലോ. എല്ലാ കണക്കും അങ്ങനെ കൂട്ടിയാൽ കിട്ടില്ല കേട്ടോ. ശ്രദ്ധിക്കണത്, നമ്മൾ ചില കണക്കൊക്കെ കിട്ടുള്ളൂ. അതായത് പണ്ട മാഷ് കണക്ക് കൊടുത്തു കുട്ടികൾക്ക് ക്ലാസ്സിലേ വഴി കണക്ക് ഇത് കണക്ക്
വഴി തെറ്റണ വഴിക്കണക്കില്ലേ, പണ്ടേ വഴിക്കണക്കാ കൊടുത്തത്. എന്താ കൊടുത്തത്? ഒരു പശുവിന്, എഴുതിക്കോളൂ എല്ലാവരും എഴുതണ്ട കേട്ടോ, ഒരു പശുവിന് 25,000 രൂപ. അപ്പോൾ 10 പശുവിന്റെ വില എത്ര? കുട്ടികളൊക്കെ പെട്ടെന്ന് കണക്കങ്ങോട്ട് ചെയ്തു കൊടുത്തു. അപ്പൊ നമ്മുടെ വടക്കേലെ പോയെന്നും കുട്ടി കണക്കൊന്നും ചെയ്യാതെ ഞാൻ ഇരിക്കുക പടിഞ്ഞാട്ട് നോക്കിയിട്ട്. അപ്പൊ മാഷ് ചോദിച്ചു, ഇന്നും കുട്ടി മിടുക്കനാണേ, നല്ല ബുദ്ധിയുള്ള കുട്ടിയെ, എന്താ കുട്ടിയെ കണക്ക് ചെയ്യാത്തത്? ഇന്നും കുട്ടി പറഞ്ഞു, മാഷേ ഞാൻ പശുവിനെ കാണേണ്ട വില പറയില്ല എന്ന് പറഞ്ഞു. പിന്നല്ല, ഒരു പശുവിന് 25,000 ഉറുപ്പ്യ വെച്ചിട്ട് നമ്മൾ എല്ലാവരും 25,000 കൊടുക്കുവോ? ചവിട്ടണതുണ്ടാവും, കുത്തണതുണ്ടാവും, കറവ പറ്റിയതുണ്ടാവും, പെറ്റതുണ്ടാവും, പറയാത്തതുണ്ടാവും, തീരെ പറയാത്തതുണ്ടാവും. ശരിയല്ലേ? ഇത് ചെറിയ കിടാവുണ്ടാവും. ഇതിനൊക്കെ നമ്മൾ 25,000 കൊടുക്കുള്ളൂ. നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഗോവിന്ദൻകുട്ടി നാട്ടുപുറത്തെ ഗോവിന്ദൻകുട്ടിയാണേ. അതുകൊണ്ടാണ് മാഷ് ഫ്ലാറ്റിലാണ്. അത് മനസ്സിലാവട്ടെ. ഇതേക്ക് ഗോവിന്ദൻകുട്ടിയുടെ ക്ലാസ്സിൽ വേറൊരു ദിവസം മാഷ് വേറൊരു കണക്ക് കൊടുത്തു. ഉദ്ദേശം 10 പേർ, വഴിക്കണക്ക് തന്നെയാ, 10 പേർ 20 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 2000 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്യും? കുട്ടികളൊക്കെ വേഗം കൂട്ടി കഴിച്ച് ഹരിച്ച് കുണിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു. ഗോവിന്ദൻകുട്ടി മാത്രം ഈ മട്ട. മാഷു എന്താ ഗോവിന്ദൻകുട്ടിയാണ് ഈ കണക്ക് ചെയ്യാത്തത്? ഗോവിന്ദൻകുട്ടി പറഞ്ഞു, മാഷേ ആള് കൂടിയ പണി നടക്കില്ല, വെറുതെ കണക്ക് കൂട്ടിയിട്ട് കാര്യമുണ്ടോ? വെച്ചോളൂ വീടിയും വലിച്ചു ചൊറിഞ്ഞു മാന്തി അവിടെയും ഇവിടെ നിന്നാ പണി നടക്കുവോ? ആളെണ്ണ ഉണ്ടാവും, പക്ഷെ പണിയൊന്നും നടക്കില്ല. 10 ആള് മതി എന്നും പറഞ്ഞു. 10 ആളാകുമ്പോൾ ഒതുക്കത്തിൽ അങ്ങനെ. ഗോവിന്ദൻകുട്ടി നാട്ടിൻ പുറത്തേണേ, മാഷ് ഫ്ലാറ്റിലാണ്. അത് മണ്ണ് തുടങ്ങി കുറേ നേരം വേണം. ഉണ്ടല്ലേ? എന്നുവെച്ചാൽ അർത്ഥം എന്താണെന്നറിയോ? ഈ എല്ലാ കണക്കും നമ്മൾ ഇങ്ങനെ കടലാസിൽ കൂട്ടിയെ കിട്ടും പോലെ കിട്ടില്ല. അത് 5ാമത്തെ വയസ്സില് 6 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷമാക്കുക. അങ്ങനെ പറഞ്ഞില്ലേ? 5ാമത്തെ വയസ്സിലാണെങ്കിൽ 6 മാസേ വേണ്ടു വെച്ചാൽ, 55ാമത്തെ വയസ്സിലാച്ചാൽ എത്ര കാലം വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ പേനെടുത്ത് കൂട്ടി കഴിക്കാനൊന്നും പുറപ്പെടണ്ട. 5ാമത്തെ വയസ്സാണെങ്കിലും 55ാമത്തെ വയസ്സാണെങ്കിലും 6 മാസമൊക്കെ തന്നെ വേണ്ടു, അതിലേറെയൊന്നും വേണ്ട. പക്ഷേ 55ാമത്തേന് ആ കാലം ഉണ്ടല്ലോ, അതിനേക്കാളും സൗകര്യമുണ്ട് 5ാമത്തെ വയസ്സിൽ. എന്താ കാരണം? ഈ കോടിമുണ്ട് മുക്കി തിരുമ്പി വെളുപ്പിക്കാൻ എളുപ്പമാണ്. ഇത് കോടിമുണ്ടേ രാവിലെ എടുത്ത് ചിറ്റിയ കോടിമുണ്ട് മുക്കി തിരുമ്പി വെളുപ്പിക്കാൻ എളുപ്പമാണ്. മറ്റേ 18 കൊല്ലം ഉടുത്ത് നാറി കീറി കറ പറ്റിയ മറ്റേ മുണ്ടൊക്കെ മുക്കി തിരുമ്പണവന് പ്രാന്താവും നല്ല മുണ്ട് വെളുക്കൂ? വെളുക്കില്ല. എന്താ കാരണം? അതൊക്കെ കറ പിടിച്ച കുറെ കാലമായിട്ട് ഉടുത്ത് മുഷിഞ്ഞിട്ടേ ഒന്നും പോകില്ല. എങ്ങനെ സോപ്പിട്ട് വെച്ചാൽ എന്ത് വിശേഷം ചെയ്താലും പോകില്ല. അപ്പൊ എന്നുവെച്ചാൽ അർത്ഥം എന്നറിയോ? ഈ 5ാമത്തെ വയസ്സ് എന്നൊക്കെ പറഞ്ഞ ശുദ്ധായ കാലാണേ. അതിലൊന്നും കളങ്കല്ലല്ലോ, ഒരു കളങ്കൂല്ലേ. നോണ പറയാൻ പോലും നിശ്ചയില്ലാത്ത അച്ഛൻ 10ായത്തിൽ പോലും ഇല്ല എന്ന് ആ പ്രായമാണല്ലോ അച്ഛൻ. 10ായത്തിൽ പോലും ഇല്ല. പക്ഷെ നോണ പറയാം. 10ായൊക്കെ നമ്മൾ പൊളിച്ച് വിറ്റില്ലേ. അപ്പൊ അതൊന്നും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ. പുതിയ കണക്ക് പറയുക. സ്കൂളിലേക്ക് ഉണ്ണി വന്നു. ഉണ്ണി സ്കൂളിലേക്ക് വന്നപ്പം ടീച്ചർ ചോദിച്ചു, ഇന്നലെ എന്താ കുട്ടൻ സ്കൂളിലേക്ക് വരാഞ്ഞത് ചോദിച്ചു. അപ്പൊ ഉണ്ണി പറഞ്ഞു, ഇന്നലെ പനിയാർന്നു എന്ന് പറയാൻ പറഞ്ഞു അമ്മ. എന്ത്? ഇന്നലെ പനിയായിരുന്നു എന്ന് പറയാൻ പറഞ്ഞു അമ്മ. അപ്പൊ എന്തായിരുന്നു, എവിടെയായിരുന്നു? ഇന്നലെ അമ്മാവിന്റെ മകളുടെ കല്യാണം ആയിരുന്നു ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞതാണേ, എന്ത്? അമ്മ നാളെ ഇപ്പൊ ചെല്ലുമ്പോ ടീച്ചറെ ഇപ്പൊ ചോദിക്കില്ലേ എന്താ വരാഞ്ഞത്? എന്താ പറയാ? പനിയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. എന്താ പറയണ്ടേ? പനിയായിരുന്നു. ഒന്നുകൂടെ പറയൂ. അങ്ങനെ അമ്മ അവിടുന്ന് 25 തവണ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടതാ. അത് ഇവിടെ വന്നപ്പോ എന്ത് പറഞ്ഞു? പനിയായിരുന്നു എന്ന് പറയാൻ പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞത്. നുണ പറയാൻ പോലും നിശ്ചയില്ലാത്ത കാലാണ്. ഇത്ര ശുദ്ധാണ്. ആ പ്രായത്തിലൊക്കെയാണ് ഭഗവാനെ ഭജിക്കാൻ പുറപ്പെടുന്നത് വെച്ചാൽ എന്തായാലും ശുദ്ധാണല്ലോ. 6 മാസം കൊണ്ടൊക്കെ നേരിയവേ. അതാണ് പറഞ്ഞത്. ഇതൊക്കെ നാളെ മറ്റന്നാളെ പ്രഹ്ലാദനും പറയും. എന്ത്? കൗമാരേ ആചരേൽ പ്രാജ്ഞോ. കുട്ടിക്കാലത്ത് തുടങ്ങിക്കോളൂ ബുദ്ധിയുള്ളവരെന്ന്. ആരോട്? ബുദ്ധിയും വിവരമുള്ളവർ കുറെ നേരത്തെ ഇറങ്ങിക്കോളൂ. കുറെ അങ്ങോട്ട് ചെന്നാലൊന്നും പിന്നെ അങ്ങോട്ട് ചെല്ലില്ലേ ഉള്ളിക്ക്. അതാണ് നല്ല പ്രായത്തിലൊക്കെ ഉണ്ടാക്കി വെക്കണം. ഈ കുമാരനോട് പറഞ്ഞു, ഉണ്ണിക്ക് ഇപ്പൊ തോന്നും കുമാരന്റെ സഹോദരനെ ഇപ്പൊ ആര് കൊന്നു എന്നാണ്? യക്ഷൻ കൊന്നു എന്നല്ലേ? യക്ഷന്മാരൊന്നും അല്ല കുമാര നമ്മളെ കൊല്ലണത് ജീവിപ്പിക്കണതൊക്കെ ആരാന്ന് വെച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ തോന്നുകയാണേ, അയാള് കാരണം ഞാൻ അങ്ങനെയായത്, ഇയാള് കാരണാണല്ലേ. ഒരുത്തൻ മമ സുഖദാതാവ് ജഗതി മറ്റപരൻ മമ ദുഃഖദാതാവെന്നു തോന്നുന്നത് അജ്ഞാനികൾക്കല്ലോ തോന്നുകയില്ല. ബുധന്മാർക്കതേതുമേ. ഒരാളെനിക്ക് സുഖം ഉണ്ടാക്കണോ, മറ്റേയാൾ എനിക്ക് ദുഃഖം ഉണ്ടാക്കണോ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? അതൊന്നും അറിവുള്ളവർക്ക് തോന്നില്ല. നമ്മൾക്ക് സുഖത്തിനും ദുഃഖത്തിനും ആരും കാരണമാവണില്ലേ? അപ്പൊ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടത് എന്താണ്? നമ്മൾ അനുഭവിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടോ? പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. പൂർവജന്മത്തിൽ ചെയ്ത് കൂട്ടിയ കർമ്മങ്ങളുടെ ഗതിയാണ് നമ്മളൊക്കെ എന്തുണ്ടാക്കുന്നത്? സുഖവും ദുഃഖമൊക്കെ ഉണ്ടാക്കണത്. പൂർവജന്മത്തിൽ എന്താ ചെയ്തത് അതിനനുസരിച്ച് എന്തുണ്ടാവും? ഈ ജന്മത്തിൽ ഓരോന്നുണ്ടാവും. അല്ലാതെ നമ്മൾ അയാള് കാരണം എങ്ങനെയായി
പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, ഓരോരുത്തരെ കുറ്റം ചാരിയിട്ടല്ലേ നമ്മൾ ഒഴിയുക. പണ്ട് ചോദിച്ചു, എങ്ങനെയാ ഇത് ചോദിച്ചു വടക്കേല രാമൻ നായരോട്. അദ്ദേഹം പറഞ്ഞു, തിരുമേനി ഒന്നും പറയണ്ട, എനിക്കൊരു ഭാര്യ ഉണ്ടാവും. ഓ, ഭാര്യ കാരണം അയാൾ എങ്ങനെ ചെയ്തു? ഭാര്യയെ കണ്ട മുട്ടമ്മയെ കണ്ടപ്പോൾ ചോദിച്ചു, ഇതാ മുട്ടമ്മ. തിരുമേനി ഒന്നും പറയണ്ട, എനിക്കൊരു പത്രാവ് ഉണ്ട്. പത്രാവല്ല, ഭർത്താവാണ്. ഭർത്താവ് കാരണം എമ്മ എങ്ങനെ ചെയ്ത്. മക്കളോട് ചോദിച്ചു, എന്താ എങ്ങനെ? ഇവിടെ ഒരു ദുഷ്ടന്മാര് 2 അച്ഛനും അമ്മയുണ്ട്. അച്ഛനും അമ്മയും കാരണം അവരിങ്ങനെ ചെയ്ത്. അച്ഛനോടും അമ്മോടും ചോദിച്ചപ്പോൾ, ഓ, ഇവിടെ ഉണ്ട് 2 സന്താനങ്ങൾ അവർ. അപ്പൊ നമ്മൾ ഇങ്ങനെയാവാൻ കാരണം നമ്മളല്ലാതെ ഉള്ള വേറെ ചിലര് കാരണമാണ് നമ്മൾ ഇങ്ങനെയായത് എന്നാണല്ലോ നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞിട്ടല്ലേ ഒഴിയുക. നമ്മൾ എപ്പോഴും എന്താ പറയുക, അങ്ങേ പോലെയൊക്കെ ആയിരുന്നു ഞാനൊക്കെ ഇപ്പം എവിടെ എത്തില്ല, പേടിക്കേണ്ട, അവിടെ തന്നെ ഉണ്ടാവും. പറയുമ്പോഴൊക്കെ വലിയ നീളം വീതിയുള്ളത് പറയാന്നല്ലാതെ അങ്ങനെയൊക്കെ പറയാനായിട്ടില്ലേ, ആവില്ല. അതായത് നമ്മൾ ചെയ്ത് കൂട്ടിയ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനുള്ളതായ ഒരു ദേഹമാണ് നമ്മൾക്കുള്ളത്. നമ്മൾക്കിപ്പോൾ തോന്നും അദ്ദേഹത്തിന്റെ മാതിരി സുന്ദരനാവാർന്നു, അദ്ദേഹത്തിന്റെ മാതിരി പണ്ഡിതനാവാർന്നു, മറ്റയാളുടെ മാതിരി പണക്കാരനാവാർന്നു, അദ്ദേഹത്തിന്റെ മാതിരി പ്രശസ്തനാവാർന്നു ഒക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ആയത് ഇപ്പം ഇങ്ങനെയായത് എന്തിപ്പോ കാരണം? അതായത് നമ്മൾ ചെയ്ത് കൂട്ടിയ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ജാതി സമ്പ്രദായത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെത് അനുഭവിക്കാനാണ് ആ ജാതി സമ്പ്രദായം. ഓരോരുത്തരുടെയും കർമ്മഗതിക്ക് അനുസരിച്ചിട്ടാണ് അവരവരുടെ അത് അനുഭവിക്കാനുള്ള സൗകര്യമുള്ള ശരീരം, സ്ഥാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഓരോ ദിക്കിൽ വന്ന് അങ്ങനെ ജനിക്കുന്നത്. ആ സാഹചര്യങ്ങൾ അനുഭവിക്കാനാണ് നമ്മൾ പോകുന്നത്. വേറെ ഒരാൾ അങ്ങനെയല്ല, ശരിയല്ലേ? ഇത് ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഈ പായസം ഇളക്കാനേ നമുക്ക് തൂമ്പ മതിയോ? തൂമ്പ തന്നെയല്ലേ പറയുന്നത്, നമ്മുടെ മൺവെട്ടിയാ എന്താണ്? ആ, തൂമ്പ. അതായിക്കോട്ടെ, നമ്മുടെ നാട്ടിലേക്ക് കൈക്കോട്ട എന്നാ പറയാം. അതിവിടെ പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കണ്ട വെച്ചിട്ടുണ്ട്. മൺവെട്ടി കൈക്കോട്ട എന്ന് പറയുമോ? വേറെയാണ്, എന്തെങ്കിലും ആവട്ടെ. പായസം ഇളക്കാൻ അത് പോരല്ലോ. ഉരുളിയിൽ പായസം ഇളക്കാൻ തൂമ്പയുണ്ട് ഇളക്കണത് അല്ല, പിന്നെ എന്തുകൊണ്ടാണ്? ചട്ടുകം കൊണ്ട്. എന്നാ പറമ്പ് കിളയ്ക്കാൻ ചട്ടുകം മതിയോ? പോരാ. എന്താ കാരണം? രണ്ടും ഉപകരണങ്ങളാണ്. ചട്ടുകവും ഉപകരണമാണ്, തൂമ്പയും ഉപകരണമാണ്. പക്ഷെ 2 ഉപകരണം 2 പണിക്കേ പറ്റുള്ളൂ, 1 പണിക്ക് പറ്റില്ല. തിരിച്ചു മറിച്ചും പറ്റില്ലേ? അപ്പൊ അതുകൊണ്ട് ചട്ടുകം കൊണ്ട് ചെയ്യണ പണിയെ ചട്ടുകം കൊണ്ട് പറ്റുള്ളൂ. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കഷ്ണം മുറിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് സ്ക്രൂ തിരിച്ചു കയറ്റാനേ പറ്റുള്ളൂ. കഷ്ണം മുറിക്കണമെങ്കിൽ പിശാത്തി വേറെ. പിശാത്തി കൊണ്ട് ഇത് കയറ്റാനും പറ്റില്ല. അപ്പൊ പിശാത്തി ഉപകരണമാണ്, സ്ക്രൂ ഡ്രൈവർ ഉപകരണമാണ്, തൂമ്പ ഉപകരണമാണ്, ചട്ടക ഉപകരണം. അപ്പൊ ഓരോ ഉപകരണങ്ങൾക്കും ഓരോരോ വിഷയത്തിലെ ഉപകാരം ഉണ്ടാവുള്ളൂ, എല്ലാ വിഷയത്തിലും. അപ്പൊ നമ്മളൊക്കെ ഇതുപോലെ ഓരോ ഉപകരണങ്ങളാണ്. എല്ലാറ്റിനും പറ്റില്ല. ഓരോന്നുകൊണ്ട് ഓരോന്നേ പറ്റുള്ളൂ എന്ന് പറയും പോലെയാണ് നമ്മളൊക്കെ അവനവന്റെ കർമ്മങ്ങൾ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ഭാര്യ കാരനാണ്, ഭർത്താവ് കാരനാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മൾ വെറുതെ എന്താ വെച്ചാൽ നമ്മുടെ ഈ പോരായ നമ്മൾ അങ്ങോട്ട് സമ്മതിക്കില്ല. അതിന് വേറെ ഒരാളെ കുറ്റം പറഞ്ഞു ഒഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. ഇപ്പോഴും അങ്ങനെയാണല്ലോ പതിവ്. പണ്ട് കുപ്പായം തുന്നാൻ കൊടുത്തു, കല്യാണത്തിന് പോവാനേ നല്ല ശീല തുണി കൊണ്ടുപോയിട്ട് കൊടുത്തു, തുന്നക്കാരൻ്റെ കൊടുത്തു. അദ്ദേഹം വെച്ചാൽ പിന്നെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഗവർണർ, ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ കുപ്പായം തുന്നുന്നയാളാണ്. അപ്പൊ നമ്മൾ അവിടെ കൊടുത്തു. അപ്പൊ നമ്മുടെ പേരും ആ ലിസ്റ്റിൽ വരുമല്ലോ. അങ്ങ് ആരുടെയൊക്കെ കുപ്പായം തുന്നും? അപ്പൊ അദ്ദേഹം പറയും പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഗവർണർ, പിന്നെ മറ്റേ തിരുമേനി. ലിസ്റ്റിൽ നമ്മളും കയറി കൂടിയില്ലേ ഒരു കുപ്പായം കാരണം. അങ്ങനെ വലിയ ആളുടെ തന്നെ കൊടുത്തത്. കുപ്പായൊക്കെ തുന്നി നല്ല കാശും കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം എന്താ ചെയ്തു വെച്ചാല് കല്യാണത്തിന്റെ ആ ദിവസം പോകാനായിട്ട് വന്ന കുപ്പായൊക്കെ കൊണ്ടുവന്നു. നമ്മൾ കുപ്പായം കൊണ്ടുവന്നു, നല്ല കേമനല്ലേ, ആ വയസ്സായ ആളാണ്, നമ്മൾ എടുക്കണം. അദ്ദേഹം കുപ്പായം വന്നോളം അങ്ങോട്ട് ഇട്ടു. കുപ്പായം ഇട്ട് നോക്കിയപ്പോഴാണ് എങ്ങനെയെന്ന് നിശുണ്ടോ, കുപ്പായം ഒരു വൃത്തിയില്ല കേട്ടപ്പോ. അങ്ങനെ കോണിച്ച് നിക്കണു. ദേഷ്യം കിട്ട് വന്നിട്ട് ആ തുന്നക്കാരൻ, കുപ്പായം തുന്നിയാളില്ലേ, തയ്യക്കാരനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ കുറെ ഇങ്ങോട്ട്, തനിക്ക് നിശ്ചല്യ എന്ന് പറഞ്ഞാൽ പോരെ, നല്ല തുണിയല്ലേ എനിക്ക് തന്നത്, അതിങ്ങനെ കീറി നശിപ്പിച്ചൂല്ലോ താൻ. എന്താ നല്ല നല്ല നോട്ടാ തന്നത്, പണം കുറേശ്ശൊന്നുമല്ലല്ലോ തന്നത്. നിശ്ചല്യാച്ചാൽ അത് പറയണം. എനിക്ക് നമ്മളെ കുറെ നേരം നമ്മളങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹം ആണെങ്കിൽ വേദവ്യാസരെ പോലെ ഒക്കെ കേട്ട് അനങ്ങാണ്ട നിന്നു, ഒന്നും പറഞ്ഞില്ല. നമ്മുടേത് മഴ പെയ്ത് ചോർന്നപ്പം കുറെ അങ്ങോട്ട് പറഞ്ഞു തീർന്നപ്പോഴേ ഒക്കെ കഴിഞ്ഞപ്പം ആ തയ്യക്കാരൻ കാർന്നവരടുത്തേക്ക് വന്നിട്ട് കുപ്പായത്തിന്റെ കുടുക്കൊക്കെ അങ്ങോട്ട് അഴിച്ച് അദ്ദേഹം അങ്ങോട്ട് കുടുക്കിട്ടു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, എന്നെ കുപ്പായം തുന്നാൻ പഠിപ്പിക്കണതിന്റെ മുമ്പ് അങ്ങ് കുപ്പായത്തിന്റെ കുടുക്കിടാൻ പഠിക്കണേ എന്നും പറഞ്ഞു. നമ്മൾ ഈ 1ാമത്തെ കുടുക്ക് 3ാമത്തെ ഓട്ടയിലട്ടത്. കുപ്പായം എങ്ങനെ ഉണ്ടാവും? ഉണ്ടാവില്ലേ? ഈ 1ാമത്തെ കുടുക്ക് 1ാമത്തെ ഓട്ടയിലിടണ്ടേ, 2ാമത്തെ കുടുക്ക്. അപ്പൊ നമുക്ക് കുപ്പായത്തിന്റെ കുടുക്കിടാൻ അറിയില്ല. പക്ഷെ കുറ്റാർക്കാൻ ശരിയോ തെറ്റോ? ലോകം എങ്ങനെയാണ്? അവനവന്റെ പോരായ മനസ്സിലാക്കില്ല, മറ്റവൻ കാരനാണ്
ഇപ്പൊ തുന്നിയാളെ കുപ്പായം തുന്നിയാള് മോശമായിട്ട് തുന്നിയെന്നല്ലേ നമ്മൾ പറഞ്ഞത്. വാസ്തവത്തിൽ അദ്ദേഹം നന്നായിട്ട് തുന്നിയേക്കണം. നമുക്കത് അങ്ങനെയൊക്കെ ഉണ്ടേ. നമ്മൾ ഓരോ യന്ത്രമൊക്കെ കുടുംബത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നോക്കിയിട്ട് അത് അഴിച്ച് നോക്കിയിട്ട് രണ്ടാമത് ഇട്ട് നോക്കിയപ്പോൾ കുറേ സാധനം ബാക്കിയിട്ട് നമ്മൾ പറയും ചെയ്തു വെറുതെ കുറേ മറ്റേ സാധനം കൂരി നോക്കിയിട്ടേ രണ്ടാമത് ഇട്ടപ്പം കുറേ ആണിയും കമ്പിയൊക്കെ കുറെ ബാക്കിയുണ്ട്. എന്താ അർത്ഥം? ശരിയല്ലേ അത്? എന്നിട്ട് ഇത് ഞെക്കിയാലോ മറത്തിയാലൊന്നും പ്രവർത്തിക്കില്ല. നമ്മൾ എന്ത് പറയും? ഉണ്ടാക്കിയവന് പറയുന്നത് നമ്മളത് മോശമാക്കിയിട്ട് എന്നിട്ട് അതിന് നിസ്സുള്ള ആള് വന്നൊന്ന് അങ്ങനെ ഇങ്ങനെയും ചെയ്യുമ്പോൾ നേരെയാവും ചെയ്യും. അവനവന്റെ അറിവില്ലായ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യേ. കടലാസിൽ ഇങ്ങനെ എഴുതുമ്പോൾ മോശം കയ്യക്ഷരം. അപ്പൊ ടീച്ചർ പറയും എന്താ കുട്ടി അതെന്റെ കയ്യക്ഷരമൊക്കെ മഹാ മോശമാണല്ലോ ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു അത് പേന മോശം ടീച്ചറായിരുന്നു പറഞ്ഞു. എന്താ പേനി മോശമായതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്താ ചെയ്തു വെച്ചാല് ആ മോശം എന്ന് പറഞ്ഞ കുട്ടറിയുന്ന പേന ഇങ്ങോട്ട് വാങ്ങി മറ്റേ കുട്ടിക്ക് കൊടുത്തിട്ട് ആ കുട്ടരുടെ കയ്യിലെ പേന എടുത്ത് ഇതിന് ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ ആ മോശം എന്ന് പറഞ്ഞ പേനയുണ്ട് മറ്റേ കുട്ടി ഇങ്ങനെ എഴുതുന്നത് കണ്ട അച്ചടിച്ച മാതിരി ഉണ്ട്. ഹേയ്, നമ്മൾ നല്ല പേന വാങ്ങി എഴുതി നമ്മളെ എഴുതുന്നത് കണ്ടപ്പോൾ നമ്മളെ പോലെ ഇങ്ങനെ ഒരു വൃത്തിയില്ല. ഇപ്പൊ ടീച്ചർ ചോദിച്ചു അപ്പൊ ഈ കുട്ടി എഴുതണ്ടോ നോക്കൂന്നും പറഞ്ഞു. അത് അതിന്റെ കയ്യിലിരിപ്പ് എന്നും പറഞ്ഞു. അർത്ഥം മനസ്സിലാവില്ലേ? അപ്പൊ നമ്മുടെ കൈയക്ഷരം പണ്ടേ മോശ. ആർക്കാ കുറ്റം? നമ്മൾ കോപ്പി എഴുതിയില്ല എന്നല്ല കുറ്റം. പിന്നെ എന്താ അത്? പേനയുടെ മോശം. അപ്പൊ അവനവന്റെ പോരായ മനസ്സിലാക്കാതെ കണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഒഴിയുക. അങ്ങനെയുണ്ടാ? അതിന് പുറപ്പെടണ്ട. ഭർത്താവിനെയോ ഭാര്യയോ അച്ഛനെയോ അമ്മയോ ഏട്ടനെയോ എടുത്തി എന്നും കുറ്റം പറഞ്ഞ് ഒഴിയേണ്ട കാര്യമില്ല. എന്താ കാരണം? അവരൊന്നും കാരണമല്ല. നമ്മളിങ്ങനെ നമ്മളിപ്പോ എന്തിനീ വെറുതെ ഭർത്താവിനെയും ഭാര്യയും പറയുന്നത്? അതായത് നമ്മളൊക്കെ അനുഭവിക്കേണ്ടതായ കർമ്മങ്ങളില്ലേ, ആ കർമ്മങ്ങൾ അനുഭവിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഭർത്താവും ഭാര്യയും മകനും ഒക്കെ നമുക്കുണ്ടാവും. അത് നമ്മൾ എവിടെന്നെങ്കിലൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരും ചെയ്യും. മനസ്സിലാവുന്നില്ല? പിന്നെ എന്തിനീ കുറ്റം പറയുന്നത്? അതങ്ങനെയാണ്. ഓരോന്നിനെ നമ്മൾ ഈ ചേരുംപടി ചേർക്കും പോലെയാ. പണ്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചേരുംപടി ചേർക്കല്. അങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്. കർമ്മങ്ങളൊക്കെ യോജിച്ച് വരുമ്പം എവിടെന്നെങ്കിലും വല്ല കാസർഗോട്ടെന്നോ വല്ല തിരുവനന്തപുരത്തു നിന്നൊക്കെ എവിടെന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ചേരുംപടി. ഓരോരുത്തരുടെയും കർമ്മഗതി എങ്ങനെയാണ് ഘടിച്ചു വെക്കണേ. അപ്പൊ അതിനനുസരിച്ച് അതുകൊണ്ട് അവശ്യം അനുഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. ചെയ്ത കർമ്മം ശുഭാണെങ്കിലും അശുഭാണെങ്കിലും നിർബന്ധമായിട്ട് അനുഭവിച്ചോളണമെന്നാണ്. അതിപ്പോ ഈ അധ്യാത്മരാമായണത്തിലൊക്കെ എഴുത്തച്ഛനൊക്കെ പറയൂലോ, എന്ത് നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താരനുഭവിച്ചിടുകന്നേ വരൂ. എന്താണ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താരുടെ ദീർഘം പോയ ആള് മാറിപ്പോട്ടോ. അതന്നെ. അപ്പൊ ആള് മാറി. അപ്പൊ അതുകൊണ്ട് അവനോൻ ചെയ്യുന്നതിന്റെ ഫലം അവനോൻ അനുഭവിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഈ കർമ്മഗതിയാണ് നമ്മൾ ഇങ്ങനെ നേരെയാവാണ്ടിരിക്കാനും ഒക്കെ കാരണം. അതിന് വേറെ ഒരാളെ കുറ്റം പറയേണ്ട കാര്യം ഇല്ല ഉണ്ണിയെ. അങ്ങനെ കർമ്മഗതിയുടെ പ്രത്യേകത വിശിഷ്ടത പറഞ്ഞു കൊടുത്തു വരും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കണം. മഹാഭാരതത്തിൽ പറയേ എങ്ങനെയാണെന്നാണെങ്കിൽ യഥാ ധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം. അതായത് അനവധി പശുക്കൾ കൂട്ടം കൂട്ടായിട്ടിരിക്കുമ്പോഴും അതില് ആ പശുക്കിടാവ് അതിന്റെ അമ്മയെ കണ്ടുപിടിക്കും. ആയിരക്കണക്കിന് പശു കൂട്ടം കൂട്ടായിട്ടിരിക്കുമ്പോഴും കിടാവ് എന്ത് ചെയ്യും? അതിന്റെ സ്വന്തം അമ്മ അതിന്റെ ഇടയ്ക്ക് എന്താ കണ്ടുപിടിക്കും. എന്താ അതെങ്ങനെയത്? ഇതുപോലെയാണ് നമ്മുടെ കർമ്മഗതി. നമ്മൾ ഏത് കൂട്ടത്തിൽ പോയി ഒളിച്ചാലും നമ്മളെ കണ്ടുപിടിച്ച് നമ്മുടെ അടുത്തെത്തും. നമ്മുടെ മേൽവിലാസത്തിൽ ഒരു കത്ത് ഇന്ത്യ രാജ്യത്ത് ഏത് പോസ്റ്റ് ഓഫീസിന്റെ പെട്ടിയിലിട്ടാലും അതെവിടെ എത്തും? ഏതെങ്കിലും കാട്ടിക്ക് പോകുന്നില്ലേ? അങ്ങനെയല്ല. അത് നമ്മുടെ അടുത്തേക്ക് തന്നെയല്ലേ വരിക. കത്തയച്ചാൽ നമ്മുടെ പേരിലൊരു കത്തയച്ചാൽ നമുക്ക് തന്നെയല്ലേ കിട്ടുള്ളൂ. അതുപോലെ ഓരോ കർമ്മത്തിലും നമ്മുടെ മേൽവിലാസം ഉണ്ടേ. അത് കാലാവുമ്പോ എവിടെ എത്തും? നമ്മുടെ അടുത്തെത്തും. അതുകൊണ്ട് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ആ കുമാരനോട് പറഞ്ഞു, ഉണ്ണിയെ കുബേരനെ ചെന്ന് നമസ്കരിക്കൂ. കുബേരനെ നമസ്കരിച്ചു, തിരിച്ചു പോന്നു. കുബേരനെ നമസ്കരിച്ച് തിരിച്ചു പോരാൻ കുബേരനെ നമസ്കരിക്കാൻ ചെന്നില്ലേ. അങ്ങനെ കുബേരന്റെ അടുത്ത് ചെന്ന് തിരിച്ചു പോരാൻ പുറപ്പെട്ടപ്പോൾ കുബേരൻ പറഞ്ഞു, ഉണ്ണിയെ ഒരു കാര്യം പറയാം. ഉണ്ണിക്ക് തോന്നും ഉണ്ണിയുടെ സഹോദരനെ കൊന്നത് യക്ഷനാണ് ഗന്ധർവനാണെന്നൊക്കെ തോന്നും. യക്ഷനും ഗന്ധർവനും ഒന്നല്ല ഉണ്ണിയെ നമ്മളെ കൊല്ലണത് ആരാന്നറിയും? കാലമാണ്. ആരാണ്? കർമ്മത്തിന്റെ കഥ മനസ്സിലായില്ലേ? ഇനി കാലത്തിന്റെയാ പറയുന്നത്. കാലാണ് നമ്മളെ കൊല്ലണതും ജീവിപ്പിക്കണതും എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് നമ്മൾക്ക് അനുവദിച്ച കാലം, ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മൾക്ക് അനുവദിച്ച കാലല്ലേ, ആ കാലം കഴിഞ്ഞാൽ ആ കാലം എന്താവും? ആ കാലം കാലനാവും. ആരാവും? കാലം കാലനാവും. അതുകൊണ്ട് സംസ്കൃതത്തില് കാല എന്ന് പറഞ്ഞാൽ കാലം എന്നുണ്ട്, കാലൻ രണ്ടും ഒരാൾ തന്നെയാണ്. കാലൻ തന്നെയാണ് എന്ത്? കാലൻ.
മനസ്സിലാവുന്നില്ല അല്ലേ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾക്ക് ഇത്ര 125 വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നു കൂട്ടിക്കോളും, കുറയ്ക്കണ്ട ചുറ്റാട്ടോ. നേരെ വന്ന് കുറച്ച് പോയി എന്ന് പറയില്ലേ? അത് 125 വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നു നമുക്കേ. അങ്ങനെ 125ാമത്തെ പിറന്നാൾ ഗംഭീരമായിട്ട് കൊണ്ടാടി. 126ാമത്തെ പിറന്നാളിന് ഷീട്ടടിക്കാൻ നമ്മൾ പ്രസ്സിൽ കൊടുത്തു. പ്രസ്സിൽ കൊടുത്തതിന്റെ പിറ്റേന്നാൾ നമ്മൾ അത് സിദ്ധി കൂടി. പക്ഷെ ഗുണമുണ്ടായി, ഷീട്ട് വേഗം കിട്ടി. പിറന്നാളിന്റെ ഷീട്ട് വേഗം പിണ്ടത്തിന്റെ ആക്കി. രണ്ടും പീര് തുടങ്ങുകൊണ്ട് ഷീട്ട് വേഗം കിട്ടി പിണ്ടത്തിൻ്റെത്. പിണ്ടത്തിന്റെ ഷീട്ടൊന്നും മരിക്കണതിന് മുമ്പ് കൊടുത്താരും വാങ്ങിയിട്ടില്ല, ശരിയല്ലേ? ഇത് രണ്ടും പി എന്നാണല്ലോ, പിറന്നാളും പിണ്ടും രണ്ടും പി. അതെ എന്നുവെച്ചാൽ അർത്ഥം പിറന്നാളിന്റെ ഷീട്ട് എപ്പോഴാ പിണ്ടത്തിന്റെ ഷീട്ടാവുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അനുവദിച്ച കാലം തീർന്നാൽ നമ്മൾ പോയേ പറ്റുള്ളൂ. അതിലേറ്റ കുറച്ചില്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ തന്നെ, നമ്മുടെ ഈ കഥയില്ല എന്ന് പറഞ്ഞ നാട്ടിൽ തന്നെ നമുക്കൊക്കെ ഒരു പരിധിയിൽ എത്ര കേമായിട്ട് നമ്മൾ ആഫീസ് കൊണ്ടാടിയതാ. എന്തൊരു കേമായിട്ടാണ് നോക്കൂ. 10 മണി മുതൽ 5 മണി വരെയേ ഉള്ളൂ ആഫീസ്. എന്നാലും നമ്മൾ രാവിലെ 7 മണിക്ക് പോകും. ഭാര്യ ചോദിക്കും, എന്തിനാ അത്ര നേരത്താ പോണത്? നിനക്കത് പറയാം, എൻ്റെ ആഫീസാ. ചേട്ടാ അവിടെ പോയി ഇങ്ങനെ എഴുതി 5 മണിക്ക് ആഫീസ് തീരും. എന്നാലും നമ്മൾ എപ്പോഴേ പോരുള്ളൂ? 7 മണിക്കേ പോരുള്ളൂ. അപ്പൊ ഭാര്യ ചോദിച്ചു, ഒന്ന് നേരത്തെ വന്നോടെ, ഇവിടെ എന്തൊക്കെ കാര്യമുണ്ട്? നിനക്കതൊക്കെ പറയാം, എൻ്റെ ആഫീസാ. അങ്ങനെയാണേ. 2ാം ശനിയാഴ്ച ഒന്നും ആഫീസില്ല, അന്നും ഇദ്ദേഹം പോവും. എന്തിനാ നിങ്ങൾ ഈ ആഫീസില്ലാത്ത ദിവസമൊക്കെ പോണ്ട്? നിനക്കതൊക്കെ പറയാം, എൻ്റെ ആഫീസാ. അങ്ങനെ എപ്പോഴും ഈ ആഫീസ് ഏത് പറഞ്ഞ് ചാവുക. ആ കുട്ടികൾക്ക് 2 കണക്കെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, നാളെ പരീക്ഷ, നിനക്കത് പറയാം, എൻ്റെ ആഫീസാ. ആ വടക്കേലെ അമ്മൂട്ടിയമ്മയുടെ മകന്റെ കല്യാണം ഒന്നും അങ്ങോട്ട് ചെല്ലരുത്, തൊട്ടടുത്ത വീട്ടുകാരല്ലേ, ഒന്ന് പോയിച്ച, നിനക്കത് പറയാം, എൻ്റെ. അങ്ങനെ ആഫീസ് എന്ന് പറഞ്ഞ് നടന്നു. അങ്ങനെ അദ്ദേഹത്തിനും എന്തുണ്ടായി? പ്രായപൂർത്തി ഉണ്ടായി. എന്താ പ്രായപൂർത്തി? 56 പൂർത്തിയാകൂല്ലോ പ്രായം. അത് പൂർത്തിയായി. എല്ലാരും കൂടി ആഫീസിലെ ചെറുപ്പക്കാരെല്ലാരും കൂടി ഒരു നിലവിളക്ക് വാങ്ങി കൊടുത്തു. കാരണം അവരെ പോയിക്കോളൂ എന്നും പറഞ്ഞു. അത് 56 എല്ലാവരും വിളക്കാ കൊടുക്കുക. എന്തിനാണെന്നോ അറിയില്ല. അതൊരു പ്രതീകമാണ്. എന്താത്? നീ കൊണ്ടുപോയി വിളക്കൊക്കെ കത്തിച്ച് വെച്ച് 4 നാമം ചൊല്ലിക്കോളൂ എന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ വരുന്ന വഴിക്കത് വിറ്റുകളിലും കുടിച്ച് പോരുന്നാലും അതൊക്കെ ഒരു പ്രതീക ആത്മകത ഉണ്ട് അതില്, ശരിയല്ലേ? ഇത് അങ്ങനെ അദ്ദേഹത്തിനും പ്രായം തികഞ്ഞ് വിളക്കൊക്കെ വാങ്ങി കുടുംബത്തേക്ക് പോകുന്നു. പിറ്റേന്നാൾ എന്തോ പെൻഷന്റെ കാര്യം ചോദിക്കാൻ അദ്ദേഹം ഓഫീസിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇനി എവിടെ ഇരിക്കണേന്നറിയോ? അപ്പുറത്തെ ചുമരിന്റെ മൂലയില് 3 കാലുള്ളൊരു ബെഞ്ച്. 4 കാലില്ലേ, 3 കാലേ ഉള്ളൂ. അപ്പൊ ഒരു കാലിന് പകരം ചുമരിന്റെ ഇരിക്കേക്ക് ചേർത്ത് വെച്ചിരിക്കുക. അതിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു അല്ലാത്ത ജാതി ഒരു പ്രത്യേക ജാതി ആട്ടാണത്. ഒരു കിരി ഒരു ജാതി പ്രത്യേക ശബ്ദമുണ്ട്. ഇങ്ങനെ ആടുക. അവിടെ എഴുതിയേക്കണം വിസിറ്റേഴ്സ്. എന്താ? സന്ദർശകര് വന്നിരിക്കേണ്ട സ്ഥലമാണെന്ന്. അദ്ദേഹം കാലില്ലാത്ത ബെഞ്ചിന്റെ മുകളിൽ ഇരുന്നിട്ട് മറ്റേ കസേരേമയ്ക്ക് നോക്കിയത്. കസേരേമയ്ക്ക് ഇന്നലെ വരെ താനിരുന്ന കസേരേമയ്ക്ക് നോക്കിയപ്പം തന്നെ ഇന്നലെ വരെ സാറേ എന്ന് വിളിച്ച ആ ചെക്കനാ എന്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഏത് ചെക്കൻ? ചെക്കൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ചെറുപ്പക്കാരൻ പയ്യനെ. നമ്മളൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ പ്രായത്തിൽ വന്ന അതിന്റെ മുകളിൽ നമുക്ക് നോക്കിയപ്പോ ഒന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ടും എന്തെങ്കിലും ചെയ്താൽ നമ്മൾ കാലം ഒറിഞ്ഞ് വീഴുന്നുള്ളതുകൊണ്ടും അമർന്ന അവിടെ ഇരുന്നു. ഇന്നലെ വരെ എങ്ങനെ കൊണ്ടാടിയത് ആഫീസ്. ഉണ്ണാണ്ട് ഒടുക്കാണ്ട് ഉറങ്ങാണ്ട് നടക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ, ബന്ധുക്കളില്ല കുടുംബങ്ങളില്ല ആരും ഇല്ലാതെ നോക്കിക്കൊണ്ട് നടന്ന ആഫീസ് പ്രായപൂർത്തിയായപ്പം കണ്ട എന്താ പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ. ഏത് സ്ഥാനത്തിരുന്നൊക്കെ ഒരു കാലപരിധി ഉണ്ട്, ശരിയല്ലേ? അത് നമ്മൾക്കുണ്ട് കാലപരിധി. നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താവും? അതിനെന്തെങ്കിലും ഒരു വിളി ഉണ്ടാവും. ആ കാലം ആയില്ല വെച്ചാൽ എന്ത് തലയിൽ വീണാലും പണ്ട് നമ്മുടെ നാട്ടിലെ ഈ തെങ്ങിന്റെ മുകളിൽ കയറുന്ന നാളികേരം എന്ന് പറയില്ലേ? ഇവിടേക്ക് എന്താ പറയുന്നത്? നാളികേരം വീഴ്ത്തില്ലേ? തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ജോലിയുണ്ട്, അങ്ങനെ ജോലിയുണ്ട്. അപ്പൊ അവിടെയൊക്കെ കുറെ തെങ്ങൊക്കെ ഉണ്ട്. അപ്പൊ ഈ നാളികേരം വീഴ്ത്തണ ജോലി അദ്ദേഹത്തിന്. ഇദ്ദേഹം തെങ്ങിന്റെ മുകളിൽ കയറിയാൽ മാസത്തിൽ ഒരു 2 തവണ എന്നുള്ള കണക്കെങ്കിലും തെങ്ങിന്റെ മുകളിൽ നിന്ന് വീഴും. പേടിയ അയാളെ വിളിക്കാൻ. എപ്പോഴാ വീഴശല്യ? നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ വീണ കഷ്ടാവില്ലേ? വീഴുന്നു മാത്രല്ല, വീണാലും ഇദ്ദേഹം ചെന്ന് കുഴമ്പൊക്കെ തേച്ചൊന്ന് കുളിക്കും. ഒരു ദിവസം പണിക്ക് പോവില്ല. പിറ്റേന്നാൾ പിന്നെയും തെങ്ങുമ്മ കയറാൻ വരും. അങ്ങനെ നോക്കൂ, 15ഓ 20ഓ തവണ അയാൾ ഇവിടുന്ന് വീണിട്ടുണ്ട് തെങ്ങിന്റെ മുകളിൽ നിന്ന്. ചെറിയ ചെറിയ ചതവുകൾക്കൊക്കെ ഉണ്ട്, വേറെ ഒന്നുണ്ട്. ഒരു ദിവസത്തെ ലീവ് എടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. ഒന്ന് തേച്ച് കുളിക്കുക, അതോടെ എന്ത് തീരും? അതെണ്ണം തീരും. അങ്ങനെ നടന്നയാളാ. പിന്നെ ആള് മരിച്ചത് എങ്ങനെയാണെന്നറിയോ? ബെഞ്ചുമെന്ന് വീണിട്ട്. എങ്ങനെയുണ്ട്? അന്നൊക്കെ ആ തെങ്ങുമെന്ന് എങ്ങാനും വീണപ്പോൾ അച്ഛനാൽ ആളെ അറിയുകയും ചെയ്യും, പേരും ഉണ്ട്. എന്ത് ആരറിയുന്ന ബെഞ്ചുമെൻ? ആരെ മോശമല്ലേ അതൊക്കെ കേട്ടാല്? പറഞ്ഞതിന്റെ അർത്ഥം കാലം ആയില്ല വെച്ചാൽ തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണാലും ഒന്നും പറ്റില്ല. കാലം ആയാൽ
ബെഞ്ചുമെന്ന് വീണാലും മതി, അത്രയും. ഈ പണ്ട് ഓർമ്മയുണ്ടോ ശല്യ, നമുക്ക് ചെറുപ്പത്തിലെ ഈ കടലുണ്ടിയിൽ ഒരു റെയില് പൊളിഞ്ഞിട്ട് തീവണ്ടി മറിഞ്ഞിട്ട് ഒരു 60-60ഓളം ആൾക്കാർ മരിച്ചു പോയ കഥ ഓർമ്മയുണ്ടോ? 2000 തോന്നുന്നു, അല്ലേ 2001 കുറെ അല്ല, ഈ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്. ഈ റെയിലിന്റെ പാലം എന്താ തൂണ് മുറിഞ്ഞിട്ട് അത് തീവണ്ടി പുഴയിൽ വീണിട്ട് കുറെ പേര് മരിച്ചുപോയി. അന്ന് ആ തീവണ്ടിയില് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇതില് വീണു, ആ പുഴയിലേക്ക് വീണു. പക്ഷെ എന്താണ്, മരിക്കൊന്നും പറ്റിയില്ല. ഈ കമ്പാർട്ട്മെന്റ് ബോഗിയിലിറങ്ങും, ഒന്നും പറ്റിയില്ല. പിന്നെ ഈ തോണിയൊക്കെ കൊണ്ടുവന്ന ആളുകൾ അതിലേക്കൊക്കെ ഇറക്കി, ഒരു കേടും പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഒരു കേടും പറ്റിയില്ല. ആ കൂടെയുള്ളവർ കുറെ പേര് മരിച്ചൊക്കെ പോയി, ഒരു കേടുണ്ടായില്ലേ. അദ്ദേഹം പറഞ്ഞു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. പാലം മുറിഞ്ഞത് കാരണം പിന്നെ കുറച്ചു കാലത്തേക്ക് തീവണ്ടി ഗതാഗതം ആ വഴി നിന്നുപോയി. അപ്പൊ അദ്ദേഹം പിറ്റേന്നാളൊക്കെ ലീവ് എടുത്തു. പിറ്റേന്നാൾ ലീവ് എടുത്ത് പിന്നെ ഇവിടെ ഇതിന്റെയൊക്കെ ബഹളങ്ങളും അതിന്റെ പല ജാതി ദണ്ണങ്ങളൊക്കെ ഉണ്ടാവൂല, അപകടം ഉണ്ടായതല്ലേ, അപ്പൊ അതിന്റെ ഒരു വെപ്രാളം, പല ജാതി അന്വേഷണങ്ങളൊക്കെ കൂടി അദ്ദേഹം പണിക്ക് പോയില്ല. അദ്ദേഹം അവനവന്റെ എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന്, കുടുംബകാര്യത്തിന് കാറെടുത്ത് കാറിൽ എങ്ങോട്ടോ പോകുമായിരുന്നു. അന്ന് അദ്ദേഹം കാറിടിച്ച് മരിച്ചുപോയി. ഉണ്ടായതാണ്. എന്തല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അതെ 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 അത്രയും കൂടി നേരം ഇനിയുണ്ടേ. എന്താ കണക്കിന്റെ ആലോചിച്ച് നോക്കൂ. ലോകം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇപ്പൊ ചില മുത്തശ്ശിമാരൊക്കെ പണ്ട്, മുത്തശ്ശിമാരാണ് പറയാ പണ്ട്, എന്റെ കാല ഈ 98 എന്നെ ഇവിടെ ഇട്ടിട്ട് നീ ആ 18 കൊണ്ടുപോയി കാലാന്ന് എനിക്ക് കണ്ണ് കണ്ടുകൂടാണ്ട് അയിലോ കാല എന്നെ കണ്ട് കൊണ്ടുപോയി ആ മതിയാറുന്നില്ലേ, ആ ഉണ്ണിയെ കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിലവിളിക്കുന്ന കേട്ടറില്ലേ? അതിൽ കാര്യമില്ല. എന്താ കാരണം എന്നറിയോ? അതിൻ്റെത് 18 ആയപ്പോഴേക്ക് തീർന്നു, ഇതിന്റെ 98 തീർന്നിട്ടില്ല. അതാണ് കാര്യം. നമ്മളായിരിക്കും നിലവിളിച്ചിട്ടോ ചിരിച്ചിട്ടോ കാര്യമുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ വല്ലതും? പറ്റില്ല. അതങ്ങനെ. ഇപ്പൊ നമ്മൾ പണ്ടേ വടക്കേല രാമൻ നായർ പണ്ട് കാശിക്ക് പോയി. 20 ദിവസത്തെ യാത്രയാണ്. അദ്ദേഹം 20 ദിവസത്തെ യാത്രയ്ക്ക് കോഴിക്കോട്ട് നിന്ന് കാശിക്ക് പോയി. കാശിയിൽ പോയിട്ട് 20ാമത്തെ ദിവസം തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്തു. നാട്ടിലേക്ക് വന്ന് കയറിയ സമയത്ത് ഭാര്യ അദ്ദേഹം അങ്ങടെ പടി കയറി വരുന്ന സമയത്ത് ചോദിച്ചു, രാമനായരോട് ചോദിച്ചു, രാമനായരെ അല്ലേ അങ്ങ് പെക്കിപ്പ് എന്താ കൊണ്ടുപോകുന്നത് വരുമ്പം ചോദിച്ചു. അദ്ദേഹം ഒരു വലിയ എണത്തോർത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. എണത്തോർത്ത് മനസ്സിലാവുക അങ്ങനെ പറഞ്ഞാലേ, പഴയ എണവസ്ത്രം എന്ന് പറയില്ലേ നമ്മള് തച്ചു കൊടുക്കണത്, ആ ജാതി എണത്തോർത്ത്. അതിങ്ങനെ എണ പിരിച്ചണ്ടാച്ചാൽ 2 വക്കും തുന്നി കെട്ടിയ ചാക്ക് പോലെ ആവുമല്ലോ. അങ്ങനെ 2 വക്കും ഇങ്ങനെ തുന്നി കെട്ടിയിട്ട് ഒരു വലിയ ചാക്ക് പോലെ ഒരു കെട്ടാക്കിയിട്ട് അമ്മൂട്ടിയെ ഇതൊക്കെ നിനക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞ സാധനം അമ്മൂട്ടമ്മയ്ക്ക് കൊടുത്തു. അമ്മൂട്ടമ്മ ഇത് വലിയ ഭാരമുള്ള ആവശ്യം പൊക്കിയപ്പം ഭാരല്ലേ, പൊക്കിയപ്പം അങ്ങോട്ട് പൊങ്ങിയത്. ഇത് കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുപോയി കെട്ടഴിച്ചു നോക്കിയപ്പോൾ എന്താണെന്നറിയോ, വലിയ സമ്മാനമായിട്ട് തനിക്ക് കൊണ്ടുപോകുന്നൊരു സാധനമല്ലേ. സന്തോഷത്തോടെ കെട്ടഴിച്ചു നോക്കിയപ്പോൾ അതിലെന്താ വെച്ചാൽ ഇദ്ദേഹം കോഴിക്കോട്ട് നിന്ന് കാശി വരികയും കാശിയിൽ നിന്ന് കോഴിക്കോട് വരികയും പിന്നെ കാശിയിൽ ഇരുന്ന് 18 ദിവസവും ചായ കുടിച്ച ഗ്ലാസ്സാ. മറ്റേ ഗ്ലാസ് ഇല്ലേ, മറ്റേ വെള്ളം കുടിക്കാൻ മറ്റേ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സാണ്. അപ്പൊ അമ്മൂട്ടിയമ്മ ചോദിച്ചു, അയ്യേ ഇതെന്തിനാ ചോദിച്ചു. അമ്മൂട്ടി എല്ലാരും ഇതിങ്ങോട്ട് കുടിക്കുക, എന്നിട്ട് അങ്ങോട്ട് എറിയ, നല്ല പുതിയ ഗ്ലാസ്. ഞാൻ എന്ത് ചെയ്തു, ഞാനൊക്കെ തുടച്ച് ഇതിലെടുത്ത് വെച്ചു, നിനക്ക് കുറെ കാലത്തേക്ക് ഉണ്ടെന്നും പറഞ്ഞു എന്നോട്. അമ്മ പറഞ്ഞു പ്രാന്തൻ എന്ന് പറഞ്ഞു കൊണ്ടുപോയി തെങ്ങിന്റെ ചോട്ടിൽ കുഴിച്ചു മൂടി. പറഞ്ഞതിൽ വലിയ തെറ്റില്ല അദ്ദേഹം. എന്താ കാരണം, ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ പകർന്ന് ഒഴിച്ച് കഴിക്കുമ്പോഴൊക്കെ ഗ്ലാസ് ഓട്ടയാവുണ്ടോ? ഇല്ല. ചീത്തയാവുണ്ടോ? ഇല്ല. പരിക്കാവണം, അപ്പൊ കേടാവണമൊന്നും ഇല്ല. നമ്മളെ വൃത്തിയിലൊക്കെ വലിയ മർദ്ദനൊന്നും ഇല്ലാണ്ട് കഴിക്കുകയാണെന്ന് വെച്ചാൽ ഗ്ലാസ്സിന് വലിയ പരിക്കൊന്നും ഏൽക്കണ്ട. പക്ഷെ എന്നാലും നമ്മളൊരു ഗ്ലാസ് അതിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് എന്ത് ചെയ്യും? കളയും. എന്താ ഗ്ലാസിന്റെ പേര്? റെസ്പോൺസിബിലിറ്റി കുറഞ്ഞ ഗ്ലാസ്. എന്താണ് റെസ്പോൺസിബിലിറ്റി കുറഞ്ഞ ഗ്ലാസ്സാ. കുടിക്കുക എറിയ, കുടിക്കുക എറിയ, രണ്ടാമത് ഇത് കഴിക്കില്ല. കഴിക്കില്ല. അത് അങ്ങനെയാണ് അതിന്റെ സമ്പ്രദായം. അപ്പൊ എറിഞ്ഞിട്ട് ആ പറമ്പിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അതിന്റെ ആ ചിത്രം എഴുതിയ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണത് കണ്ടാൽ നമുക്ക് പിന്നെ എടുക്കാൻ തോന്നുക, പക്ഷെ എടുക്കില്ല. എന്താ കാരണം, അതിൻ്റെ കഴിഞ്ഞു, അതിൻ്റെത് കഴിഞ്ഞു. എന്നാ അപ്പുറത്ത് നമ്മുടെ കുടുംബത്തെ 300 കൊല്ലമൊക്കെ കഴിഞ്ഞു എന്നാണ് മുത്തശ്ശിയമ്മ പറഞ്ഞത്. എന്താ, ഒരു ഗ്ലാസ് ഉണ്ട്, ഓട്ട് ഗ്ലാസ്. അതിന്റെ മൂടൊക്കെ ഇങ്ങനെ പ്രായം കൊണ്ട് ഉരുണ്ടിട്ട് ഇങ്ങനെ ചെപ്പോടം പോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ട്. ഒരു കാവടിയാട്ടൊക്കെ ഉണ്ട്, മേശമ്പിൽ ഇരുന്നിട്ട് അറക്ക് ഗ്ലാസ്സിന് നെടുക്കൊരു ഓട്ടയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞ അളവൊക്കെ കൃത്യം കിട്ടുള്ളൂ. എന്താ കാരണം, ആ ഓട്ടയുടെ മുകളിലേക്ക് എന്തായാലും ഒന്നും വിളമ്പാൻ പറ്റില്ല, ഓട്ടയെ കൂടി പോവില്ല. അപ്പൊ അങ്ങനെയുള്ള ഗ്ലാസ്സാണ്. 10-300 കൊല്ലം എത്ര മുത്തശ്ശിയുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഉരുണ്ടും കൊണ്ട് തന്നെയാണ്. അപ്പൊ അതിന്റെ മുമ്പ് ഉണ്ടാവുമല്ലോ ഇതിങ്ങനെ. അപ്പൊ പ്രായശ്യുണ്ട്, 300-400 ആയോ ഇഷ്ടമില്ല, ഏതായാലും അതുണ്ട്. അപ്പൊ അതിന് 300 കൊല്ലം പഴക്കമുണ്ട് വെച്ചാലും അത് നമ്മൾ നിരീക്ഷിച്ചു. ചായ കുടിച്ചു പഴയതല്ലേ, നമ്മൾ ആ പറമ്പിക്കൊന്ന് എറിഞ്ഞു നോക്കൂ.
ഇതൊന്നും കേട്ട് എറിയാൻ പോകണ്ട കേട്ടോ. നമ്മൾ നാളെ മറ്റന്നാൾ ഇവിടുന്ന് പോകും. അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് തുള്ളി വെള്ളം കിട്ടില്ല പിന്നെ. ശരിയല്ലേ? അത് എറിയാൻ പറ്റില്ല. എന്തുകൊണ്ട് എറിയാൻ പറ്റില്ല? അതെന്താ ക്ലാസ്? അത് റെസ്പോൺസിബിലിറ്റി ഉള്ള ക്ലാസ്സാണ്. മറ്റേത് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ക്ലാസ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ 300 കൊല്ലം പഴക്കമുണ്ടായിട്ടും ഇതിൻ്റെ തീർന്നിട്ടില്ല. മറ്റേതിൻ്റേത് ഒരു തവണ ചോദിച്ചപ്പോഴേക്ക് ലോകത്തിൽ ഇതാണ് കാലത്തിൻ്റെ കഥ. അതുകൊണ്ട് ഓരോന്നിനും അതാതിൻ്റെ കാലം വന്നാലേ പോവുള്ളൂ, ഇല്ലാച്ചാ പോവില്ല. അതുകൊണ്ട് കാലമാണ് ഉണ്ണിയെ നമ്മളൊക്കെ ഈ വിധത്തിലാക്കണത്. ഇപ്പൊ ഉണ്ണിയുടെ സഹോദരനെ യക്ഷൻ കൊന്നു. യക്ഷനല്ല കൊല്ലണത്, പിന്നെ ആരാണ്? കാലം വന്നു, അതിന്റെ കാലം കഴിഞ്ഞു, അത് പോയി എന്ന് കണക്കാക്കിക്കോളൂ. അങ്ങനെ കർമ്മത്തിന്റെ പ്രത്യേകതയും കാലത്തിന്റെ സൂക്ഷ്മതയും കഥാരൂപത്തിൽ ആര് പറഞ്ഞു കൊടുത്തു? ഈ തത്വാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയവരാരെങ്കിലും പിന്നെ ശണ്ഠയ്ക്കോ ചുണ്ടിക്കോ പരസ്പരം കുറ്റപ്പെടുത്താനോ പോവില്ല. അപ്പൊ നമ്മൾ ഭാഗവതം പഠിക്കുന്നത് എന്തിനാണ്? ഞാനും പഠിച്ചു എന്ന് പറഞ്ഞ് ഞെളിയാന് അല്ല. ഇതൊക്കെ ജീവിതത്തിലേക്ക് ബോധ്യം വന്നു വെച്ചാൽ എന്തുണ്ടാവും? അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ കേൾക്കാൻ വരുമ്പോഴേ ഒരാൾ ഒറ്റയ്ക്കൊന്നും വന്നിട്ട് കാര്യമില്ല. കുടുംബത്തോടെ വരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വിവരം ഉണ്ടായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ആ ഭാര്യ നല്ലോണം എന്നും വന്ന് ആ ഭാഗവതമൊക്കെ കേട്ടട്ടെ, നല്ല സമ്പ്രദായമുള്ള സ്ത്രീ. അയ്മ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ദിവസം രാവിലെ നേരത്തെ എണീട്ടു, 4-4:30 എണീട്ടു, പല്ലിയപ്പും കുളിയൊക്കെ കഴിച്ചു, എന്നാൽ അലക്കിയത് നിർത്തി ചുറ്റി, എന്നിട്ട് കുളിച്ചിട്ട് ആ മുടിയുടെ മുകളിൽ മുറ്റത്ത് നിന്ന് ഒരു തുളസിയുടെ തണ്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ തിരികി. ഒരു 5 മണിയായപ്പോൾ എന്ത് ചെയ്തു? ഭർത്താവിന് മറ്റേ കാപ്പി ഉണ്ടല്ലോ, എന്ത് കാപ്പിന്റെ പേര്? ബ്ലഡ് കോഫി അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് അതിന്റെ പേര് അങ്ങനെ പറയാനാ ഇഷ്ടം, ബ്ലഡ് കോഫി. ഇല്ലെങ്കിൽ ആ പല്ല് തേക്കേണ്ട മോന്തനെ ആ സാധനത്തിന് എന്താ പേര് പറയേണ്ടത്? എന്താ പിന്നെ പല്ല് വെച്ചെണ്ണീട്ട് മോന്തിയാലും ചത്തുപോകുമോ? ഇതൊക്കെ ആരാ പഠിപ്പിക്കണത്? നിശ്ചയില്ല, വലിയ പരീക്ഷ. എന്നിട്ട് ഈ സാധനം കൊണ്ടുപോയിട്ട് അങ്ങടെ കാപ്പിയും കൊണ്ടുവന്ന ഭർത്താവ് അപ്പൊ ഉണർന്ന് ഇങ്ങനെ ഏതാണ്ട് അനന്തശയനം മട്ടിലിങ്ങനെ ഭാര്യയെ നോക്കിയതാ. അപ്പം ഭാര്യ പാവം കുളിച്ചിരിക്കണു, നല്ല ശുദ്ധണ്ട്, ചന്ദനം വരച്ച് കുറിയിട്ടിരിക്കണു, അലക്കിയത് ചിറ്റിയിട്ടുണ്ട്, മുടിയിലാണെങ്കിലോ തുളസിയുടെ കാതിൽ നല്ല ഈശ്വരിയായിട്ടാ അമ്മ വന്നിരിക്കണതേ. അപ്പൊ ചോദിച്ചു, അമ്മൂട്ടിയെ എന്താ വിശേഷം ചോദിച്ചു. ഒന്ന് വിശേഷിച്ചോ ഒന്നുമില്ല, ഞാനൊന്ന് രാവിലെ കുളിച്ചു എന്നേ ഉള്ളൂ. അമ്പലത്തിൽ നിന്ന് തിരുമേനിയൊക്കെ പറയണ്ടായി, വിളിച്ച അമ്മ കുളിച്ച ഐശ്വര്യാണ്, അപ്പൊ അതുകൊണ്ട് കുളിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ആ വായ്മ നല്ലതൊക്കെ കേട്ടിട്ടേ കുറേശ്ശെ അങ്ങനെ പകർത്തിയതാ. ഭർത്താവ് പറഞ്ഞു, അമ്മൂട്ടിയെ കണ്ട അവിടെയും ഇവിടെയൊക്കെ പലതും കേൾക്കും, അതൊന്നും ഇവിടെ നടത്താൻ നോക്കണ്ട. ഇവിടെ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു കുളിയുണ്ട്, അത് നീ മുടക്കണ്ട എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി പായ്മയ്ക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ, അത് തീരുമാനമായി. എന്തൊക്കെ നല്ലത് കേട്ടിട്ട് എന്താ, ഇവിടെ ഇതൊന്നും ചെലവാവില്ല. അതാണ് ഭാര്യ മാത്രം കേട്ടാൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. നീ ഭർത്താവ് മാത്രം എന്തൊക്കെ അമ്പലത്തിലൊക്കെ നിത്യം വന്നും കേട്ടും പഠിച്ച ആളാണേ, അങ്ങനെയെങ്കിലും ഗുണം ഉണ്ടാവില്ല. ഭർത്താവ് പാവം രാവിലെ എന്നും 7:30 മണിക്ക് അമ്പലത്തിൽ കൃത്യസമയത്ത് വരും. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ 7:30 മണിക്ക് അമ്പലത്തിൽ വന്ന സമയത്ത് ഭാര്യ തിരിച്ചു വന്നപ്പോ ചോദിച്ചു, അല്ല മനുഷ്യ, ആരാ ഈ 7:30 തന്നെ അമ്പലത്തില്? കൃത്യസമയത്താണല്ലോ പോണത്. ഒന്നുമില്ല അമ്മൂട്ടി, ഞാൻ ഒന്ന് തൊഴുകാൻ. അല്ല തൊഴുക അപ്പൊ 8 മണിക്ക് പോയാലും മതിയല്ലോ, 7:30 തന്നെ ആരാ അവിടെ ചോദിച്ചു. അദ്ദേഹം നിർത്തി അമ്പലത്തിൽ പോക്ക്. ആർക്കപ്പ അമ്പലത്തിൽ പോയിട്ട് കുടുംബകലഹം ഉണ്ടാക്കാൻ മോഹം ഉണ്ടാവുക? അത് തീരുമാനമായി. ശരിയോ തെറ്റോ? അപ്പൊ ഭർത്താവിന് മാത്രം വിവരമുണ്ടായിട്ടും വലിയ ഗുണമൊന്നുമില്ല, ഭാര്യയ്ക്ക് മാത്രം ഉണ്ടായിട്ടും അതൊന്നും പ്രയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുടുംബത്തിന് മുഴുവനും വിവരവും വിളിച്ചുകൊണ്ടാവണമെങ്കിൽ മുഴുവനായിട്ടിരുന്ന് കേൾക്കണം, എന്നാലേ നേരെയാവുള്ളൂ എന്ന് പറയുന്നത്. അതിനാണിപ്പോ നമ്മൾ ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ ഏട്ടനെയോ അനിയനെയോ അച്ഛനെയോ അമ്മയോ നാട്ടുകാരെയോ വീട്ടുകാരെയോ അന്യരെയോ മറ്റുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ പോരായ മാറ്റി വെക്കുക ചെയ്യണത്. അങ്ങനെയല്ല, അവനവനെ നോക്കിയും കണ്ടും തിരുത്തി നേരെയാക്കി മുമ്പിലേക്ക് പോവുകയാണ് വേണ്ടത്. അല്ലാണ്ട് അവനവന്റെ സ്ഥിതിക്ക് കാരണം മറ്റൊന്നാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഒഴിയല്ല വേണ്ടത് എന്ന പാഠം ഈ ഭാഗവതം മനസ്സിലാക്കി പഠിച്ചവർക്കുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ പിന്നെ ദുരിതം ഉണ്ടാവുമോ? ഭർത്താവും ഭാര്യയും കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞ് തല്ലുവോ? അച്ഛനും അമ്മയും മക്കളും കൂടി തല്ലുകൂടുവോ? എന്താ കാരണം? അവർക്കറിയാം നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് മുമ്പിലേക്ക് പോവുകയാണ് വേണ്ടത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള സാഹചര്യങ്ങളാണ്, എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ബുദ്ധിയാവില്ലേ? തല്ലുകൂടിയിട്ട് കാര്യമില്ല, വിവരം ഉണ്ടാവുകയാണ് വേണ്ടതെന്ന്. അതിനൊക്കെ ഈ ഭാഗവതം പോലുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിക്കണതേ ഇതൊക്കെ ജീവിതത്തെ മെച്ചപ്പെടുത്താനാണ്. എന്തിനെ മെച്ചപ്പെടുത്താൻ? നമ്മുടെ ജീവിതത്തെ എങ്ങനെയാ കുറച്ചും കൂടി നന്നാക്കുക, പണ്ടത്തേനേക്കാൾ ഒരു ലേശം കൂടി എങ്ങനെയാ നന്നാക്കുക, ഇതിനൊക്കെ ഏത് പഠിക്കുന്നത്. വാസ്തവത്തിൽ അതിനൊന്നും ആർക്കും മോഹമൊന്നും ഇല്ല. പ്രാന്താവുമ്പോ കൗൺസിലിങ്ങിന് പോകും, അത്ര തന്നെ.
ഇത് കുറെ പ്രാന്തായി അവിടേക്ക് പോകും. 10,000 10,000 കൊടുത്ത് കൗൺസിലിങ്ങിന് പോകുമ്പോൾ അവിടെ ചെല്ലും. ഇദ്ദേഹം പറയും നാളെയും വന്നോളൂ, 20,000 കൊണ്ടുവന്നോളൂ, കൊടുത്ത് കൗൺസിലിംഗ്. പ്രാന്ത് പോവില്ല, മറ്റേത് പോവുകയും ചെയ്യും. ഏത് ശരിയല്ലേ? അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വളരെ എളുപ്പമാണ്. എന്തൊക്കെ പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും ധരിച്ചും നേരാവണ്ണം ജീവിച്ചു പോയാൽ ഈ ജാതി വിഷമങ്ങളൊന്നും ഇല്ല. പഴയ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ആൾക്കാർ നല്ലത് പഠിച്ചും മനസ്സിലാക്കിയും ജീവിച്ചു പോയത്. നല്ല സമ്പ്രദായങ്ങളൊക്കെ അന്നൊക്കെ കുട്ടിക്കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ രാമന്റെ കഥ പറഞ്ഞു കൊടുക്കും, ലക്ഷ്മണന്റെ കഥ പറഞ്ഞു കൊടുക്കും, യുധിഷ്ഠിരന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും കഥകൾ പറഞ്ഞു കൊടുക്കും. പെൺകുട്ടികളാണെങ്കിൽ സീതയുടെയും സാവിത്രിയുടെയും കഥകൾ, കുന്തിയുടെയും ഗാന്ധാരിയുടെയും നല്ല നല്ല സ്ത്രീകളുടെയൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ അവരുടെ ഉള്ളിൽ ഒരു ഭംഗിയുള്ള ഒരു സങ്കല്പനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആണായാലും പെണ്ണായാലും ഒരു ധാർമ്മികത, സത്യത്തിന്റെ അച്ഛനെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, അമ്മയെ നമ്മൾ ബഹുമാനിക്കണം, ഭാര്യ അല്ലേ വേണ്ട ബഹുമാനിക്കേണ്ടവളാണ്, കുട്ടികൾ ഭർത്താക്കന്മാർ ഇവരൊക്കെ വേണ്ട, അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ ഉണ്ടോ? അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭംഗിയില്ല എൻ്റെ. പിന്നെയൊക്കെ നമ്മളിങ്ങനെ നടക്കുന്നതൊക്കെ പണ്ടത്തെ ഒരു പുണ്യം കൊണ്ട്. അതുകൊണ്ട് ശരിയല്ലേ? ഇതാണ് കഥ, ശ്രദ്ധിക്കൂട്ടോ. ഇവിടെ ഈ കുമാരൻ അങ്ങനെയൊക്കെ മഹാകേമായിട്ട് ആ ഉപദേശമൊക്കെ കേട്ട് പോകുന്നു. കുറെ കാലം രാജ്യം ഭരിച്ചു. അങ്ങനെ രാജ്യം ഭരിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാലത്ത് ധ്രുവകുമാരൻ എന്തേ ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. രാജ്യമൊക്കെ ഭരിച്ച് കുറെ കാലം കഴിഞ്ഞ് അവസാന കാലമായപ്പം തപസ്സൊക്കെ ചെയ്ത് നല്ലോണം മനുഷ്യരുത്തിയിട്ട് കാട്ടിൽ പോയി തപസ് ചെയ്ത് വൈകുണ്ഠത്തേക്ക് പോകേണ്ട കാലമായി. വൈകുണ്ഠത്തേക്ക് പോകേണ്ട കാലമായ സമയത്ത് ഇദ്ദേഹം എല്ലാം പുത്രന്മാരെ, ഉൽക്കലൻ എന്ന് പറഞ്ഞ പുത്രനൊക്കെ ഉണ്ടല്ലോ, പുത്രനെ ഭാരം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വൈകുണ്ഠത്തേക്ക് പോകാൻ പുറപ്പെട്ട സമയത്ത് ഇദ്ദേഹത്തെ വൈകുണ്ഠത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു വിമാനം വന്നു. ഒരു വിമാനം, വൈഷ്ണവ വിമാനം വന്നു. ഈ വിമാനം എങ്ങനെയാ വെച്ചാൽ വന്നിട്ട് അന്തരീക്ഷത്തിൽ അവിടെ നിർത്തിയിട്ടു, നിലത്തേക്ക് ഇറങ്ങിയില്ല, അവിടെ എങ്ങനെ നിർത്തിയിട്ട്. ഇപ്പൊ ഈ ഉണ്ണി വിമാനം കയറാൻ പോണത് കാണാൻ ഇന്ദ്രൻ, യമൻ, വരുണൻ, ബാശി, പൂഷാവ് എന്നൊക്കെ പറഞ്ഞ ദേവന്മാരെല്ലാരും കൂട്ടം കൂട്ടായിട്ട് വന്നായിരുന്നു. ഇവരെല്ലാരും ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഈ കുമാരൻ വിമാനത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. വിഷ്ണു പാരിഷദന്മാര് പറഞ്ഞു ഇങ്ങോട്ട് കയറിക്കോളൂ, ഇങ്ങോട്ട് കയറിക്കോളൂ. നോക്കുമ്പോ എന്താ വെച്ചിട്ട് വിമാനത്തേക്ക് കയറാൻ കോണിയില്ല. കോണി വെക്കൂലോ വിമാനം കയറാൻ. നമ്മൾ വിമാനത്താവളത്തിലൊക്കെ പോയാൽ കണ്ടിട്ടില്ലേ? നമ്മൾ വിമാനത്തിന്റെ അടുത്തേക്ക് ചെന്ന് അതിലേക്ക് കയറണമെങ്കിൽ കോണി വെക്കണം, എന്നാലേ കയറാൻ പറ്റും. കുറെ ഉയരം ഉണ്ടാവുന്നില്ല. അങ്ങോട്ട് കയറണമെങ്കിൽ അങ്ങനെ വേണ്ടേ? ഇത് വിമാനത്തിന് കോണിയില്ല. ഉണ്ണിപ്പോ എങ്ങനെയാ കയറുകയെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന സമയത്ത് യമധർമ്മൻ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. യമധർമ്മ മഹാരാജാവേ, യമധർമ്മൻ പറഞ്ഞു ഉണ്ണി പരിഭ്രമിക്കേണ്ട, അത് എന്റെ തലയെ ചവിട്ടി അങ്ങോട്ട് കയറിക്കോളൂ എന്നും പറഞ്ഞു. അങ്ങനെ യമധർമ്മന്റെ തലയിൽ ചവിട്ടിയിട്ട് ഈ കുമാരൻ വൈകുണ്ഠ വിമാനത്തിലേക്ക് അങ്ങോട്ട് കയറി എന്നാ പറയുക എന്നുണ്ടായത്. ഇനി ഉണ്ണി വിമാനത്തേക്ക് അങ്ങോട്ട് കയറി ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നോ. വിമാനത്തിൽ കയറി വിമാനത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോ എന്താ കഥ എന്നറിയോ? അവിടെ നിന്ന് മുഷിഞ്ഞിട്ട് തിരിച്ചു ഓടിപ്പോന്നു. എന്നിട്ട് പറയും ചെയ്തു, ഞാനില്ല, നിങ്ങളുടെ കൂടെ ഞാനില്ല, ഞാൻ പോവുകയാണ്, ഇറങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞ് മുഷിഞ്ഞു ആര്? ധ്രുവകുമാരനെ. അപ്പൊ വിഷ്ണുദൂതന്മാര് ചോദിച്ചു, എന്താ ഉണ്ണി നീ ഇങ്ങനെ മുഷിഞ്ഞിറങ്ങി പോണത്, എന്താ പണ്ടായാലോ, എന്താ പണ്ടായത് ചോദിച്ചു. അപ്പൊ ഈ കുമാരൻ പറഞ്ഞു, എന്താ വെച്ചാലേ നിങ്ങളിപ്പം എന്നെ ഇങ്ങനെ കേമായിട്ട് കൊണ്ടുപോകണില്ലേ, ഞാൻ ഈ വിമാനത്തേക്കൊക്കെ കയറാൻ മാത്രം യോഗ്യനായത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ അമ്മ തന്ന മഹിമയുണ്ടാ. എൻ്റെ അമ്മ സുനീതിയില്ലേ, ആ സുനീതി അമ്മ എനിക്ക് തന്ന നല്ല വെളിച്ചത്തിന്റെ ശക്തി കൊണ്ടും അറിവുകൊണ്ടും ബോധം കൊണ്ടും ആ സംസ്കാരം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വൈകുണ്ഠ വിമാനത്തിൽ കയറാൻ യോഗ്യനായത്. അപ്പൊ എന്നെ ഈ വിധത്തിൽ യോഗ്യനാക്കിയ ആളാണ് എൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് ഈ വിമാനത്തിൽ കയറാൻ പറ്റില്ല, അച്ചയ്ക്ക് ഈ വിമാനം വേണ്ടാന്നേ, ഞാൻ പോവുകയാണേ. ആര് പറഞ്ഞു? എൻ്റെ അമ്മയാണ് എന്നെ നന്നാക്കിയത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഈ വിമാനത്തിൽ കയറാൻ പറ്റില്ലേ, എനിക്കും വേണ്ട, ഞാൻ പോവുകയാണ്, ഇറങ്ങി പോവുകയാണ്. മുഷ്ണു അമ്മയ്ക്ക് കയറാൻ പറ്റില്ല, ശരിക്കും വേണ്ടാന്ന് പറഞ്ഞു മുഷ്ണി. അങ്ങനെ മുഷ്ണപ്പം വിഷ്ണുദൂതന്മാര് പറഞ്ഞു, എന്താ ഉണ്ണി എങ്ങനെ മുഷിയണത്, ആ മുമ്പിലേക്ക് നോക്കൂ. മുമ്പിലേക്ക് നോക്കിയപ്പോഴല്ലേ എന്താ കഥ? മുമ്പിൽ ആ പൈലറ്റ് ഇരിക്കണതിന്റെ തൊട്ട് പിന്നാക്കം കസേരയിൽ ആരിയ്ക്കുന്നുണ്ട്? സുനീതി മാതൃഭൂമി കടലാസും വായിച്ചിരിക്കുന്നു. അതവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി കൂടിയതാണേ. ബസ് സ്റ്റാൻഡിൽ നിന്നോ വിമാനത്തിലോ എന്നുവെച്ചാൽ പറയില്ലേ, അതേ കയറിയിരിക്കണോ? അങ്ങനെ അമ്മ മുമ്പിലും ഉണ്ണി പിമ്പിലും ആയിട്ട് രണ്ടാളും കൂടി അവിടേക്ക് പോയി, വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാ പറയുക. ഇനി ഈ ധ്രുവകുമാരൻ വൈകുണ്ഠത്തേക്ക് പോയി ആ കഥ പണ്ട് നമ്മുടെ നാരദ മഹർഷി പ്രചേതസ്സുകളുടെ സഭയില് വീണ മീട്ടിപ്പാടി എന്നും പറയും. പ്രചേതസ്സുകളുടെ സഭയിലെ ഇത് കേട്ടപ്പോൾ ചോദിച്ചു, ആരാ പ്രചേതസ്സുകള്, എന്താ അവരുടെ കഥ, എന്താ അവരുടെ ചരിത്രം എന്നൊക്കെ ചോദിച്ചു. പിന്നെ പ്രചേതസ്സുകളുടെ കഥയാ പറഞ്ഞു കൊടുത്തു. ഇവിടെ ഒരു ചെറിയ കാര്യം നമ്മൾ ചിന്തിക്കണം. ധ്രുവകുമാരന്റെ കഥയിൽ ചെറിയ കാര്യം കൂടി പറയണ്ടേ? എന്താ ഈ ഉണ്ണി പറഞ്ഞത്? ഇവിടെ ഉണ്ണിയുടെ കഥ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? യമധർമ്മന്റെ തലയിൽ ചവിട്ടിയിട്ട് വിമാനത്തേക്ക് കയറി എന്ന് പറഞ്ഞു. നമ്മൾ ആരുടെങ്കിലും തലയിൽ ചവിട്ടാറുണ്ടോ? തലയിലല്ല, എവിടെയെങ്കിലും ചവിട്ടാറുണ്ടോ? ഇല്ല. നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ നമ്മൾ ആരെയും ചവിട്ടൊന്നും പതിവില്ല. ചവിട്ടുവോ? ആരെയും, മനുഷ്യന്മാരെയെന്ന് മാത്രമല്ല നാൽക്കാലികളെ പോലും ചവിട്ടാൻ പണ്ടൊന്നും സമ്മതിക്കുവോ?
പശുവിനെയൊന്നും കാലോണ്ട് തൊട്ടു ചവിട്ടി പൂച്ചോളയും നായോളയും പോലും കാലോണ്ട് ചവിട്ടാൻ നോക്കുമ്പോൾ ആരും ഇത് ചെയ്യാൻ പാടില്ല, എന്താ അങ്ങനെ ചവിട്ടാൻ പാടില്ല ഒന്നിനി എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. മുത്തശ്ശിയൊക്കെ പണ്ട് പറയാറുണ്ടേ, പശുവിന്റെ കയറും ചവിട്ടാൻ സമ്മതിക്കില്ല, ചവിട്ടാൻ പാടില്ല എന്നാ പറയാ. എന്താ കാരണം? അതങ്ങനെയാണ്. എല്ലാ ഈശ്വര സ്വരൂപങ്ങളാണ് അങ്ങനെ. കാലോണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ചവിട്ടരുത് പറയാം. മനുഷ്യന്മാരെ തീരെയും ചവിട്ടില്ല. അബദ്ധത്തിലെങ്ങാണ്ട് ചവിട്ടിപ്പോയാൽ നമ്മൾ തൊട്ട് തൊഴുത് നമസ്കരിച്ചൊക്കെ വേണ്ട മാതിരിയൊക്കെ പ്രായശ്ചിത്തൊക്കെ ചെയ്തിട്ടേ നമ്മൾ തൊഴുതിട്ടേ പോകുള്ളൂ. ശരിയല്ലേ ഇത്? അല്ലാതെ ഒരാളെ ചവിട്ടിയെ നമ്മൾ അബദ്ധത്തിൽ പോലും ചവിട്ടിപ്പോയാൽ നമ്മൾ തിരിഞ്ഞു നിന്ന് എന്ത് ചെയ്യുമോ, ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ക്ഷമ പറഞ്ഞ അദ്ദേഹത്തെ ഒന്ന് തൊഴും. ശരിയല്ലേ ഇത്? എന്തിനീ തൊഴണമെന്ന്? തൊഴുതിട്ടൊന്ന് തൊട്ട് നമസ്കരിക്കും. എന്തിനാ തൊട്ട് നമസ്കരിക്കണത്? പ്രായശ്ചിത്താണേ. ആ ചെയ്തു പോയി അബദ്ധം പറ്റിപ്പോയി, അറിയേണ്ട പറ്റിയതാണേ. ഇവിടുന്ന് ക്ഷമിക്കണേ എന്നുള്ള ക്ഷമ ചോദിച്ചുള്ള പ്രായശ്ചിത്താണത്. അതോടെ ഇത് തീരും, ആ പാപം തീരും. അങ്ങനെ എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞത്? യമധർമ്മന്റെ തലയിലെ ചവിട്ടിയിരുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തത്വാർത്ഥണ്ടേ. അതെന്താ അങ്ങനെ? ഇന്ദ്രന്റെ തലയിലല്ല ചവിട്ടിയതേ, പിന്നെ ആരുടെ തലയിലാണ്? ഇന്ദ്രന്റെ അല്ല, വരുണന്റെ അല്ല, ഇവരുടെ ഒന്നും അല്ല തലയിലെ ചവിട്ടിയത്. പിന്നെ ആരുടെ തലയിലാണ് ചവിട്ടിയത്? യമധർമ്മൻ. മൃത്യോർമൂർധനി. എവിടെ? മൃത്യോർമൂർധനി പദം ദത്വ ആരുരോഹാത്ഭുതം ഗൃഹം. യമധർമ്മന്റെ തലയിൽ ചവിട്ടിയിട്ടാണ് ഈ വിമാനത്തിലേക്ക് കയറിയത്. യമധർമ്മൻ ചാരാ? യമധർമ്മൻ ആരാ? ഇതാരും മിണ്ടാത്തത്? യമധർമ്മൻ ആരാ? മരണത്തിന്റെ അധിദേവതയാണ് ആരാ? യമധർമ്മനെ. അപ്പൊ മരണത്തിന്റെ അധിദേവതയായിട്ടുള്ള യമധർമ്മന്റെ തലയിൽ ചവിട്ടിയിട്ട് വൈകുണ്ഠ വിമാനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മരണത്തെ ചവിട്ടി കാൽക്കീഴിലാക്കി മരണത്തെ ജയിച്ച് വൈകുണ്ഠത്തേക്ക് പോയി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഭഗവത് ഭക്തന്മാരായ കൂട്ടര് മരിച്ചു പോവുകയല്ല പതിവ്, അവർ മരണത്തെ തോൽപ്പിച്ച് വൈകുണ്ഠത്തേക്ക് പോവുകയാണ് പതിവ് എന്ന് കാണിക്കാനാണ് ഇപ്പൊ എന്ത് പറഞ്ഞത്? ഈ തലയിൽ ചവിട്ടി എന്നൊക്കെയുള്ള കഥയെ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എൻ്റെ അമ്മയാണ് എനിക്ക് ഈ നന്മയൊക്കെ ഉണ്ടാക്കി ചെന്നത്. ആ നന്മയ്ക്ക് പോവാൻ പറ്റാത്ത അമ്മയാണ് പറഞ്ഞില്ലേ? അമ്മമാരുടെ മഹിമയാണെന്നാണല്ലോ പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അമ്മമാര് നന്നായാൽ കുട്ടികള് നന്നായി. എന്താ പറഞ്ഞത്? അമ്മമാര് നന്നായാൽ കുട്ടികള് നന്നായി. അപ്പൊ അച്ഛന്മാർക്ക് തോന്നും, തിരുമേനി ഒന്നും കൂടി പറയും, അമ്മൂട്ടി കേൾക്കട്ടെ. ഞാൻ അവളോട് എപ്പോഴും പറയണ്ട, ഞാൻ തിരുമേനി ഒന്നും കൂടി പറയും, കേൾക്കട്ടെ അവള് എന്ന് പറയാം അച്ഛന്മാര്. പക്ഷേ അച്ഛന്മാര് നന്നായാൽ കുട്ടികൾ നന്നാവണ കാര്യം മറ്റന്നാൾ ഉച്ചയ്ക്ക് പറയും. അച്ഛന്മാരും കേൾക്കണം. എല്ലാവർക്കും ഉള്ള മരുന്ന് ഇവിടെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ദിവസം കൊടുക്കുക. എല്ലാം കൂടി ഒരു ദിവസം കൊടുത്താൽ തിക്കും തിരക്കാവുമല്ലോ വെച്ചിട്ടേ പൊതി ഇങ്ങനെ വെച്ചിരിക്കുക, ഓരോ ദിവസം വെച്ചിട്ട്. ഇന്നിപ്പോ അമ്മമാരുടെ എന്ന് മാത്രം. അമ്മമാര് നന്നായാൽ കുട്ടികൾ നന്നാവുക എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ശ്രദ്ധിക്കണം. ഒരു ചെറിയൊരു കഥ ഒന്ന് സൂചിപ്പിക്കുക. ഇത് ഇവിടുത്തെ മലയാളത്തിലെ കഥയല്ല, ഒന്നും കുട്ടിയെന്നല്ല, ഇത് ബംഗാളിലെ കഥ. അപ്പൊ ബംഗാളികളാണ് നമ്മുടെ നാട്ടില്. ഒരു ബംഗാളി കഥ പറയുക, അതും അവർ കൂടുതൽ ആ കഥയും പറയണല്ലോ. ബംഗാളി കഥ ഇപ്പോഴൊന്നല്ല, 150 160 കൊല്ലം മുമ്പുണ്ടായ കഥയാണ്. അന്ന് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്ന് ബംഗാളില് ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. പേര് നരേന്ദ്രൻ എന്നാ പേര്. ഒരു ഉണ്ണി. ഈ നരേന്ദ്രൻ മഹാമെടുക്കൻ സ്കൂളിലേക്ക് പോണ കാലത്ത് അന്ന് ഈ മാഷന്മാരൊക്കെ ഈ സായിപ്പന്മാരാണേ. സായിപ്പന്മാര് മാഷന്മാര് പഠിപ്പിക്കണ കാലത്ത് ഈ ഉണ്ണി സ്കൂളിൽ പഠിക്കുമ്പം അന്ന് ഒരു മാഷ ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ കുട്ടികളോട് നേരം പോക്കായിട്ട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾക്ക് എന്താവാനാണ് മോഹം? ചോദിക്കൂല, പണ്ടൊക്കെ ടീച്ചർമാര് മാഷന്മാര് ചോദിക്കും. ഇപ്പൊ ചോദിക്കാറില്ല തോന്നുന്നുണ്ട്. ഇപ്പൊ ചോദിക്കേണ്ട മറുപടി കേട്ടാ ചിലപ്പോൾ വയ്യാണ്ടേ വരുന്നുണ്ട്. എന്താവാനാണ് മോഹം, എന്താവാനാണ് മോഹം എന്ന് ചോദിക്കും. അപ്പൊ ഒരു കുട്ടിയോട് ചോദിച്ചു, ഉണ്ണിക്ക് എന്താവാനാണ് മോഹം ചോദിച്ചു. ഇവൻ എങ്ങനെയാ വെച്ചാൽ ഇവന്റെ പ്രത്യേകത എന്താണെന്നാണെങ്കിൽ സ്കൂളിലേക്കൊക്കെ വരും. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് വരാറുണ്ട്. എല്ലാ ബുധനാഴ്ചയും ഇപ്പം വരും. അതുവരെ മുടക്കിയിട്ടില്ല. ചോദിച്ചു, ഉണ്ണിക്ക് എന്താവാനാണ് മോഹം ചോദിച്ചു. അപ്പൊ ആ ഉണ്ണി പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവാനാണ് മോഹം എന്നും പറഞ്ഞു. വലിയ ഇഷ്ടമായി. ബുധനാഴ്ച മാത്രമേ വരുള്ളൂ വെച്ചാൽ മോഹത്തിന് കുറവൊന്നുമില്ല, വരണതിനേ കുറവുള്ളൂ. ഇഷ്ടായി. ആർക്ക് ഇഷ്ടായി? മാഷിന് ഇഷ്ടായി. സായിപ്പ മാഷാണേ. ഇരിക്കും ഉണ്ണിയെ. അടുത്ത ഉണ്ണിയുടെ ഉണ്ണിക്ക് എന്താവാനാണ് മോഹം എന്ന് പറഞ്ഞു. എനിക്ക് എഞ്ചിനീയർ ആവാനാണ് മോഹം എന്നും പറഞ്ഞു. ഇവനെല്ലാം 30 വ്യാഴാഴ്ച സ്കൂളിൽ വരും. അതുവരെ മുടക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമാവോ? എന്താ 30 വ്യാഴാഴ്ച സ്കൂളിൽ കയറി എന്താർത്ഥം? മാസത്തില് ഒരു ദിവസം, മറ്റേത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. ഇത് മാസത്തില് ഒരു ദിവസം. അതൊക്കെ പഴയ ഭാഷയാണ്, പുതിയ ആൾക്കാർക്ക് മനസ്സിലാവില്ല 30 വ്യാഴാഴ്ച എന്നൊന്നും പറഞ്ഞാല്. ഒരു ദിവസം മാസത്തിൽ ഒരു വ്യാഴാഴ്ചയിലല്ലോ 30 വ്യാഴാഴ്ച പറഞ്ഞത്. അതാണ്, അങ്ങനെയുണ്ട്. മാസത്തിൽ ഒരു ദിവസം വരും. എന്നാലും മോഹത്തിനൊരു കുറവും ഇല്ല. സന്തോഷം. പിന്നെ അതിന്റെ അടുത്തിരിക്കണ ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണിക്ക് എന്താവാനാണ് മോഹം ചോദിച്ചു. അപ്പൊ ആ ഉണ്ണി എണീറ്റിട്ട് പറഞ്ഞു, എനിക്ക് സായിപ്പ ആവാനാണ് മോഹം എന്നും പറഞ്ഞു. തൊട്ടാ കണ്ണെഴുതാ, എന്നാലും മോഹത്തിന്റെ ഒരു നിറയെ. അന്നൊക്കെ സായിപ്പന്മാരാണല്ലോ, കേമന്മാരെന്നാണല്ലോ വെപ്പ്. അപ്പൊ അതുകൊണ്ടാണ് അതപ്പോ മാഷിന് വലിയ ഇഷ്ടമായി, സന്തോഷമായി.
അത് കഴിഞ്ഞ് നമ്മുടെ നരേന്ദ്രൻ ഉണ്ണിയാണ്. ഈ നരേന്ദ്രൻ ഉണ്ണി വെച്ചാൽ ഇന്നും സ്കൂളിലേക്ക് വരും, നല്ല മുട്ടമിടുക്കൻ, കളിയിലും മിടുക്കൻ, പഠിപ്പിലും മിടുക്കൻ, പാട്ടിലും മിടുക്കൻ, എല്ലാറ്റിലും ഇങ്ങനെ ഒരു മിടുമിടുക്കുള്ള കുട്ടികൾ വേറെ ലജ്ജാതി മിടുക്കാണേ. ഹേയ് മഹാമിടുക്കൻ. ആ ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണിക്ക് എന്താവാനാണ് മോഹം ചോദിച്ചു. അപ്പൊ ആ ഉണ്ണി പറഞ്ഞു, എനിക്ക് കുതിരവണ്ടിക്കാരനാവാനാണ് മോഹം എന്നും പറഞ്ഞു. എന്താവാൻ? കുതിരവണ്ടിക്കാരനാവാനേ. അതെന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാല് കുറ്റം പറയാൻ വയ്യ. ഈ ഉണ്ണി വെളിച്ചാകുമ്പോ സ്കൂളിലേക്ക് വരുന്നതും വൈകുന്നേരം ആകുമ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകണതും കുതിരവണ്ടിയിലാണേ. ആ കുതിരവണ്ടി ഇങ്ങനെ ഇടവഴി കൂടിയൊക്കെ ചെറിയ വഴി കൂടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അവന് ഒരു കൗതുകമില്ല. എന്താ ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ വലിയ ഇഷ്ടം. ശ്രദ്ധിച്ചിട്ടുണ്ടാതെ സ്കൂളിൽ നിന്ന് ഉണ്ണി വന്നാൽ ജീപ്പിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ ഇനി അല്ലാച്ചാൽ സ്കൂൾ ബസ്സിലൊക്കെ പോണ കുട്ടികളെ എവിടെ പോയിട്ട് ആദ്യം നിൽക്കുക? ഡ്രൈവറെ മാമ. ആര്? ആ ഡ്രൈവറെ മാമന്റെ അടുത്താ നിൽക്കേ. ആ വലിയ കൗതുകമാണ് അദ്ദേഹത്തെ കാണുമ്പോ ഇങ്ങനെ ഏതോ ഒരു കൗതുകത്തിൽ നോക്കണണ്ടല്ലേ. അതൊരു ആരാധനയാണ്, വീരാരാധന പറയും കുട്ടികൾ. എന്നിട്ട് സ്കൂളിൽ നിന്ന് വന്ന ആദ്യം ഒരു അരമണിക്കൂർ ആരുടേന്ന് പറയണ്ടാവും ഈ ഡ്രൈവർ അമ്മാവന്റെ വർത്തമാനം, അവിടുത്തെ വീര കഥകളൊക്കെ. അപ്പൊ ചെറുപ്പക്കാരൻ പാവം, ഇങ്ങനെ വലിയ അഹമ്മതിയൊന്നുമില്ല, അതിന് പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്കൂൾ വണ്ടി ഓടിക്കും വൈകുന്നേരം രാവിലെ, അത്രേ ഉള്ളൂ. അതിലൊരു അഹമ്മതിയില്ലേ കുട്ടികളൊക്കെ. അത് പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്, നമ്മൾ കണ്ടല്ലേ അത് കുട്ടികളുടെ സമ്പ്രദായം അതുണ്ട്. അപ്പൊ ആ ഒരു വീരാരാധന കണക്കാക്കിയിട്ടാണ് കുതിരവണ്ടിക്കാരനാവുന്നത്. ഇതുകൊണ്ട് കേട്ടപ്പോഴേക്ക് മാഷങ്ങൾ പിടിച്ചിട്ട് 2 കാലിൽ പറയുമ്പോൾ പൊട്ടിച്ചു. ഇത് നിലവിളിച്ചു. അവന് വീട്ടിലേക്ക് വന്നേ, അമ്മ ഈ എന്തുണ്ണേ ചോദിച്ചു. എന്താണ്ടായോ സ്കൂളിൽ വികൃതി? വികൃതി കാണിച്ചില്ല, അത് എന്തിനാണ് കാര്യം പറഞ്ഞു, കുതിരവണ്ടിക്കാരനാവണമെന്നുള്ളതിനാണ് അടിച്ചത് എന്നും പറഞ്ഞു. സാരല്ലേ ഉണ്ണിയെ കൊണ്ടുപോയി കുളിപ്പിച്ചു, നല്ല ഉടുപ്പ് കുടിപ്പിച്ചു, നല്ലോണം പൊട്ടൊക്കെ തൊടിയിച്ചു, കയ്യെ പിടിച്ച് കൂട്ടി കൊണ്ടുവന്നു പൂജാമുറിയിൽ കൊണ്ടുവന്നു. അമ്മ അവിടെ ഇരുന്നു, മടിയിൽ അവിടെ ഇരുത്തിയിട്ട് നല്ലോണം തൊഴുതോളാൻ പറഞ്ഞു. തൊഴുതു. പേടിക്കേണ്ട ഉണ്ണിയെ, സമാധാനിച്ചിരിക്കോ, സമാധാനിപ്പിച്ചു. എന്നിട്ട് ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി കുതിരവണ്ടിക്കാരനാവണം കേട്ടോ എന്നും പറഞ്ഞു. സന്തോഷായി. കുതിരവണ്ടിക്കാരനാവണം. എങ്ങനെയുള്ള കുതിരവണ്ടിക്കാരൻ? കണ്ടോ, പൂജാമുറിയിൽ ഒരു കുതിരവണ്ടിക്കാരന്റെ ചിത്രം ഉണ്ടായിരുന്നു, മാലയൊക്കെ ഇട്ട് വെച്ചത്. അതായത് കുതിരവണ്ടി ഓടിക്കുന്ന ഒരു ചിത്രമല്ലേ ഭഗവാന്റെ പാർത്ഥസാരഥി, അതാ കാണിച്ചു കൊടുത്തത്. ഈ ജാതി കുതിരവണ്ടിക്കാരനാവണം. അന്ന് ആ ഉണ്ണി ആ ചിത്രം കണ്ട് ഉള്ളിലേക്ക് ഇങ്ങോട്ട് പതിപ്പിച്ച് അവിടെ ഇങ്ങോട്ട് വെച്ചു. ആ ഉണ്ണിയാണ് പിന്നെ ഭാരതത്തിന്റെ തേര് ലോകം മുഴുവൻ കൊണ്ടാടി മഹിമകളെ മുഴുവൻ ഭാരതത്തിലെ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ഋഷീശ്വരന്മാരുടെയും ഈ പുണ്യനദികളുടെയും പുണ്യപർവ്വതങ്ങളുടെയും ഇവിടുത്തെ പുണ്യജനങ്ങളുടെയും മഹിമകളെ ലോകം മുഴുവൻ ഓടി ചാടി പറന്ന് നടന്ന് വാരി വെതറി അതിന്റെ ശേഷമാണ് ഈ സായിപ്പന്മാരൊക്കെ ട്രൗസറും ബനിയനും കളഞ്ഞ് കാവ്യം കൊണ്ട് ചുറ്റി ഇങ്ങോട്ട് വന്ന് ഇവിടെ തിക്കും തിരക്ക് ചെയ്തു. ഇപ്പോഴും നമ്മൾ പോയി നോക്കോ, ഏതെങ്കിലും ഒരു മഠത്തിലെ സ്വാമിയാരെ കാണാനോ വല്ല ഹിമാലയത്തിലോ വല്ല ഉത്തരേന്ത്യയിലൊക്കെ പോയോ വല്ല പുണ്യാശ്രമത്തിൽ, നമ്മുടെ നാട്ടിലും വലിയ വലിയ ആശ്രമങ്ങളിലൊക്കെ പോയി നോക്കൂ, മുക്കാലും ഈ പുറത്തുനിന്ന് വന്നവരായിരിക്കേ. നമ്മള് അപ്പോഴും ഇപ്പോഴും വല്ല ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും വന്ന് ഇങ്ങനെയൊക്കെ ഒരു പോക്കേ ഉള്ളൂ. അവരിപ്പോ അവിടെ താമസ. ശരിയോ തെറ്റോ? നമ്മുടെ ആൾക്കാർ എപ്പോഴെങ്കിലും പോയിട്ട് അവിടെ ചെന്ന് വന്നിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് വേറെ വേണ്ടത്ര പറയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവരങ്ങനെയില്ല. അവര് അതാ കുംഭമേള എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഉത്തര ഭാരതത്തിൽ. അപ്പോ എന്താ അവിടത്തേക്ക് കഥ? ഓരോ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളൊക്കെ വന്നിട്ട് എന്താ അവിടെ എന്നറിയും. ഇവിടുന്ന് ഈ പറയുന്ന തോന്നിയാസങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പോയാലേ അറിയുള്ളൂ. പോയി ഒന്നോട് ചോദിച്ചു നോക്കൂ, അപ്പൊ അറിയാം. അവിടെ ഇപ്പൊ അതെ നന്നായി ഇവിടേക്ക് ഈ അന്തല്യായി ഇങ്ങനെ പറയുന്നില്ലേ, ഒരുതരം അസൂയണേ. ഇത്ര അസൂയ സഹിക്കായുണ്ട്. അത് നോക്കണ്ട, എപ്പോഴെങ്കിലും പറ്റുമ്പോ പോയിക്കോളൂ. ഇവിടെ എന്താ വെച്ചാൽ പറഞ്ഞത് അങ്ങനെ ഈ ഭാരതഭൂമിയുടെ മഹിമ ഭാരതത്തിന്റെ പുറത്ത് വിശേഷിച്ച് ഈ സായിപ്പന്മാരുടെയൊക്കെ ഇടയിൽ ചെന്ന് അറിയിച്ച് കൊട്ടിഘോഷിച്ച് അങ്ങനെ ഭാരതത്തിനൊരു വലിയ നിലയുണ്ട് എന്നുള്ള സ്ഥിതി ലോകര് മനസ്സിലാക്കിയത് ഈ മഹർഷീശ്വരൻ കാരനാണ്. ആ മഹർഷീശ്വരന്റെ പേരാണ് ഭഗവാൻ വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയും. എന്താ പേര്? വിവേകാനന്ദ സ്വാമികൾ. ആ വിവേകാനന്ദ സ്വാമികളുടെ കഥയാണ് നരേന്ദ്രൻ ഉണ്ണിയാണ് ആരായിട്ട് തീരുന്നത്? വിവേകാനന്ദ സ്വാമികളായിട്ട് തീർന്നു. ഇപ്പോഴും നമ്മൾ വിവേകാനന്ദ സ്വാമികളെ വലിയ മഹിമയിൽ കൊണ്ടാടുമ്പോഴും ആ മഹാത്മാവിനെ അദ്ദേഹമാക്കി തീർത്തൊരു വലിയൊരു മഹാമാതൃത്വം അതിന്റെ പിൻപിലുണ്ട്. ഭുവനേശ്വരി അമ്മ എന്ന് പറയും. എന്താ പേര്? ഭഗവതിയുടെ പേരാണ് ഭുവനേശ്വരി എന്നിട്ടല്ലേ ഭഗവതിയാ. ഭുവനേശ്വരി മാതാവ്. ആ അമ്മ അന്ന് കൊടുത്ത ആ ഒരു വെളിച്ചാണ് ഈ കുട്ടിയെ വളർത്തി വലുതാക്കി എന്താക്കിയത്, വലിയൊരു മട്ടാക്കിയിട്ട്. അതാണ് പറയുന്നത്, ഏത് മഹാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിന്റെ പിമ്പിലൊക്കെ എന്തുണ്ടാവും? ഒരമ്മയുടെ വലിയ മഹിമയുണ്ടാവും. അമ്മമാരുടെ സംസ്കാരം. എന്നുവെച്ചാൽ കുട്ടികൾക്കൊക്കെ അമ്മമാരുടെ കൂടെയാണല്ലോ ധാരാളം അച്ഛന്മാര് പാവങ്ങൾ. അവർക്കൊക്കെ പല ജീവിതം കൂട്ടിമുട്ടിക്കണ്ടേ, പല ജാതി ബുദ്ധിമുട്ടാണ്. കുറ്റം പറയാൻ വയ്യ. അവര് രാവിലെ പാവം നേരത്തെ പോവും. അപ്പൊ ഉണ്ണി എണീട്ടുണ്ടാവില്ല. 6 മണിക്കുള്ള ആദ്യത്തെ ബസ്സിന് പോവേ.
അത് പാവം അങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു ഉമ്മ കൊടുത്ത പോകണ്ട, ഉറങ്ങണതിക്ക് പോയി ഒരു ഉമ്മയും കൊടുത്ത പോകും. എന്നിട്ട് രാത്രി പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് 8:30 മണി 9 മണിയാവും തിരിച്ച് പണി കഴിഞ്ഞ് എത്തുമ്പോഴേക്ക്. അപ്പോഴേക്ക് ഇത് ഉറങ്ങിയിട്ടും ഉണ്ടാവും. അപ്പോഴും കൊടുക്കും, ഒരു ഉമ്മ കൊടുക്കും. ഇതേ ഉള്ളൂ. ശരിയല്ലേ ഇത്? അപ്പൊ അതിന് അത്രയ്ക്ക് ആ പാവ അച്ഛനെ അത്രയ്ക്ക് സൗകര്യപ്പെടുന്നുള്ളതിനെ കാണാൻ ജീവിത പ്രാരബ്ധത്തിന്റെ കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് പിന്നെ കഷ്ടപ്പാടൊക്കെ തന്നെയാണെങ്കിലും ഇതിനെ കാണാനും മിണ്ടാനും പറയാനും തൊടാനും കൊണ്ടടക്കാനൊക്കെ കുറേശ്ശെ ഇടയിലെ നേരം കിട്ടും. കൂടുതൽ സംസർഗം ചെയ്യാൻ സൗകര്യം പണ്ടൊക്കെ. ഇപ്പൊ അമ്മയും കണക്കാണ്. എല്ലാവരും ഇപ്പൊ അങ്ങനെ ഓട് തന്നെയല്ലേ അല്ലേ? കുറ്റം പറയല്ലേ? ജോലിക്ക് പോകുകൊണ്ട് എങ്ങനെയാ ജീവിക്കേണ്ടേ? അതുകൊണ്ട് അമ്മയും അച്ഛനൊക്കെ ജോലിക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്, ഇല്ലയെന്നില്ല. എന്നാലും കുറേയും കൂടിയൊക്കെ സൗകര്യം അമ്മമാരുടെ കൂടെ അതുകൊണ്ട് അമ്മമാരുടെ ആ ഒരു സമ്പ്രദായവും സംസ്കാരം പകർന്നു കിട്ടാൻ സൗകര്യം ഉണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ പറഞ്ഞത് അമ്മമാര് നന്നായി, ആ കുട്ടികൾ നന്നായി. സുനീതിയമ്മയുടെ സംസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങടൊക്കെ എന്തൊക്കെ ചെയ്തപ്പോൾ അങ്ങടെ അങ്ങനെ ചെയ്തില്ലല്ലോ ഉണ്ണിയെ എന്ന് ചോദിച്ച അമ്മയുടെ അപ്പൊ നമ്മൾ നൂന്നി പറഞ്ഞു. തന്നെയാണ് കഥ. ആ വലിയ വെളിച്ചം പണവും പ്രതാപവും അധികാരവും പദവിയും കുലമഹിമയും ജാതിമഹിമയും സമ്പ്രദായവും ഒന്നുമല്ല കേമം. എന്താണെന്നറിയോ? ഈ ഒരു സംസ്കാരത്തിന്റെ മഹിമ, നന്മയുടെ വശം കയ്യിലുണ്ടെങ്കിൽ അതാണ് ലോകത്തില് വെളിച്ചായിട്ട് തീരെ. ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ആര് കണക്കാക്കാനാണ്? കണക്കാക്കുവോ? ഉണ്ടാവില്ല. ഇതാണ് കഥ. ഇപ്പൊ ചോദിച്ചു പ്രചേതസ്സുകൾ. ഈ പ്രചേതസ്സുകൾ ആരാ ചോദിച്ചപ്പോ ഈ ധ്രുവന്റെ വംശത്തില് ഉൽക്കലൻ എന്ന് പറഞ്ഞില്ലേ, ഉൽക്കലന്റെ വംശത്തില് അങ്കൻ എന്ന് പറഞ്ഞ രാജാവുണ്ട്. ഈ അംഗമഹാരാജാവ് എന്താ ചെയ്തു വെച്ചാൽ അദ്ദേഹം അംഗമഹാരാജാവിന് സന്താനങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ സന്താനമൊക്കെ ഉണ്ടാവുക എന്ന് മോഹിച്ചിട്ട് അദ്ദേഹം യജ്ഞം കഴിച്ചു. യജ്ഞത്തിൽ നിന്ന് യജ്ഞപ്രസാദം കിട്ടിയേ. ഈ യജ്ഞപ്രസാദം എന്ന് പറഞ്ഞ പായസം ഋഷീശ്വരന്മാരെ രാജാവിന് കൊടുത്തു. രാജാവ് എന്ത് ചെയ്തു? ആ യജ്ഞപ്രസാദം പായസം കിട്ടും വാങ്ങിയിട്ട് അവക്രായ മുദായുക്തത എന്തുണ്ടായത്? ആ പായസം കൊണ്ട് ഉരുളി വാങ്ങിയിട്ടേ ഒന്ന് മണത്ത് നോക്കിയിട്ടാണ് സുനീത എന്ന് പേരായ മഹാറാണിക്ക് കൊടുത്തു. മണത്ത് നോക്കിയിട്ട് നമ്മൾ ഈ കണ്ടതും കിട്ടിയതൊന്നും മണത്ത് നോക്കരുത് കേട്ടോ. മണത്ത് നോക്കുക, രുചിച്ചു നോക്കുക എന്ന് പറഞ്ഞ് എച്ചിലായി എന്നാ പറയപ്പെട്ട. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും നിശ്ചയില്ല. എച്ചില എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ശുദ്ധമറിയുന്നതാണ്. ഇപ്പൊ നമ്മള് ഒരു പൂവ് കിട്ടി, നല്ലൊരു പൂവ് കിട്ടിയപ്പോ നമ്മള് തരക്കടില്ല, അമ്പലത്തേക്ക് ഒന്ന് കൊണ്ടുപോകേണ്ട തെങ്ങിന്റെ ചൊട്ടി കിട്ടുള്ളൂ. നമ്മൾ മണത്ത് നോക്കിയ പൂവൊന്നും എവിടേക്ക് കൊണ്ടുപോകരുത്. അമ്പലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, മണത്ത് നോക്കരുത് പൂവൊന്നും. അങ്ങനെ ഉണ്ടായത്. പൂവ് മണമുള്ള പൂവാച്ചാൽ അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിന് എന്തുണ്ടാവും? മണം വരും. നമ്മൾ പോയിട്ട് അതിന്റെ അടുത്ത് പോയി മണത്താൽ എന്താ? നമ്മൾ മണത്ത് നോക്കുക, രുചിച്ചു നോക്കുക എന്ന് പറഞ്ഞ എച്ചിലായിന്ന്. അപ്പൊ പായസം ഉണ്ടാക്കിയിട്ട് തരക്കടില്ല നേദിച്ചോളൂ. അത് ചെയ്യോ? ചെയ്യരുത് കേട്ടോ. ചിന്തിക്കുക പോലും ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. നമ്മൾ ഉരുളിയിൽ വെച്ച് നേദിച്ച് കൊണ്ടുപോയി നേദിച്ചതിന്റെ ശേഷം ആരാച്ച കൊണ്ടുപോയി കഴിച്ചോളൂ, ശുദ്ധം മാറാതെ. അങ്ങനെയല്ലേ പതിവ്? അതാണ്. അപ്പൊ എച്ചിലാവുക എന്ന് പറഞ്ഞാൽ മണത്ത് നോക്കുന്നതും രുചിച്ചു നോക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. രാജാവ് ദശല്യ വകതിരിവില്ലായോണ്ട് എന്തോ ഒരു അന്തല്യായോണ്ട് മണത്ത് നോക്കി കൊണ്ടുപോയി സുനീതയ്ക്ക് കൊടുത്തു. സുനീത ഈ പായസം കഴിച്ചു, ഗർഭമൊക്കെ ഉണ്ടായി, ഉണ്ണിയെ പെറ്റു. അതിന്റെ പേര് വേനൻ എന്ന് പറയും. എന്താ പേര്? വേനലല്ല. വേനലൊക്കെ നമ്മളൊരു കൊടയും ചെരുപ്പുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു കൂട്ടും. ഇതെന്താ പേര്? വേനൻ എന്ന്. അമ്പോ വേനൻ എന്നൊക്കെ പറഞ്ഞപ്പോ എന്താപ്പ പറയാ? നമ്മള് ഈ ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറഞ്ഞപ്പം ഒരു ധുന്ധുകാരി എന്ന് പറഞ്ഞൊരു ദുഷ്ടന്റെ കഥ ഓർമ്മിക്കുന്നില്ലേ? ആ ധുന്ധുകാരിയുടെ ഏട്ടനാണ്, അനിയനല്ല, മൂത്ത ജാതി, അതിനേക്കാളും കൂടിയ ജാതി. അത് ജാതി ദുഷ്ടൻ. ഇവൻ അങ്ങോട്ട് വളർന്നു വന്നിട്ട് വിട്ട് മുറി കുത്ത് കൊല്ല, കുട്ടികളെ കൊല്ല, ആളുകളെ കൊല്ല, പശുവിനെ കൊല്ല, വീടിന് തീ കൊടുക്കുക, ഇങ്ങനെ ലോകോപദ്രവകാരിയായിട്ട് വന്നു. രാജാവ് ഒരു ഉണ്ണിയില്ല ഇല്ല ഇല്ല എന്നുള്ള വിഷമം കൊണ്ട് മോഹിച്ചിട്ട് ഇപ്പൊ ഉണ്ടായതാ. അത് ഉണ്ടായപ്പോ അതിപ്പോ ഇങ്ങനെയാ. എങ്ങനെ? ലോകോപദ്രവകാരി. രാജാവിന് മതിയായി, ഇല്ലെങ്കിൽ ലോകം എങ്ങനെയായിട്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താണെന്നറിയോ? ഈ ഇല്ലാത്തവന് ഇല്ലല്ലോ എന്നുള്ള വേവലാതി, ഉള്ളോന് മയക്കെ കൂടി പറയാൻ വയ്യല്ലോ എന്നുള്ള വേവലാതി. ഇതൊക്കെ ഇപ്പൊ എങ്ങനെ പറയുക? ഇല്ലാത്തവന്റെ വേവലാതി എന്താ? ഇല്ലല്ലോ എന്നുള്ളത്. ആ വേവലാതി രണ്ടാക്കേയുള്ളൂ. ഇതുള്ളത് മറ്റേ ജാതി ആണെങ്കിലോ ആ വേവലാതി നാട്ടുകാർക്കൊക്കെ ഉണ്ട്. ശരിയോ തെറ്റോ? ശരി. പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ടാവണതാണോ നന്മ, ഇല്ലേണ്ടിരിക്കുന്നതാണോ നന്മ എന്ന് ചോദിച്ചാലേ അതിൽ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനും പറയാനും ഇല്ല. മനസ്സിലായില്ല അല്ലേ പറഞ്ഞത്? ഇല്ല നിരീച്ച് അങ്ങനെ നെഞ്ചത്തടിക്കാനൊന്നും പോണ്ട, ഉണ്ട് നിരീച്ച് കൊണ്ടാടാനും പോണ്ട, അതിലൊന്നും പോണ്ട. ചിലപ്പേ നമ്മൾക്ക് നന്മ എന്താ വെച്ചാൽ അത് ആര് തരും? ഭഗവാൻ തരും. ഇല്ലേ? ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ നന്മ കണക്കാക്കിയത്. അതുകൊണ്ട് അതില്ല. ഉണ്ടോ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് കണക്കാക്കിയതേ. ആര്? നമുക്ക് ഇഷ്ടമില്ലല്ലോ. നമ്മളൊക്കെ ഇഷ്ടമുള്ള ആളാകുമോ? നമ്മൾ ഭഗവാനല്ലല്ലോ. ഭഗവാനല്ലേ ഇഷ്ടമുള്ളത്. അർത്ഥം മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഉണ്ടെന്നില്ല എന്നൊന്നും കണക്കാക്കണ്ട. മനുഷ്യന്മാരിങ്ങനെയാണ്. ഇല്ലാത്തവനില്ലാത്തതിന്റെ ദണ്ണം, ഉള്ളവനുള്ളതിന്റെ ദണ്ണം എല്ലാവർക്കും ഉണ്ട്. ഇല്ലെങ്കിൽ ദുഃഖമൊക്കെ എല്ലാവർക്കും സമാനേ. എല്ലാവർക്കും ഉണ്ട്. നമ്മളൊരു എന്ത് നമുക്ക് അതിലേറെ ഇഷ്ടം. അങ്ങനെയുണ്ട്. അവർക്ക് മുട്ടുകാലിനാണ് വയ്യായേ, നമുക്ക് ഉരയ്ക്കാം. അപ്പുറത്തുള്ള കഴുത്തിന്
മറ്റയാൾക്ക് പുറം പടകനെ നടു. എല്ലാവർക്കും ഉണ്ട് സമ്പാദ്യേ. എല്ലാവരുടെയും കൂടി നമ്മളങ്ങനെ കൂട്ടിക്കഴിച്ച 8 കൊണ്ട് ഹരിച്ചാൽ 12 എല്ലാവർക്കും ഉണ്ടാവും. മനസ്സിലായില്ല? 12 എല്ലാവർക്കും ഉണ്ട്. അത് എവിടേക്ക് ഇങ്ങനെ പരത്തി വെച്ചതുകൊണ്ട് ആരും അറിയണില്ല എന്നുള്ളത്. അതുകൊണ്ട് ആരും അറിയേക്കാളും വലിയ വ്യത്യാസമൊന്നും മനസ്സിലായില്ല പറഞ്ഞതില്ലേ? അത് ചെറിയൊരു കണക്കാണ്. പറഞ്ഞ എല്ലാവർക്കും ദുഃഖണ്ടേ, ഓരോരുത്തർക്കും ഓരോ തരാണെന്നേ ഉള്ളൂ. നമ്മൾ പിന്നെ കാണുമ്പോ ഒക്കെ ചിരിച്ച് പോവുകൊണ്ട് ആരോടൊന്നും പറയില്ല. ഇതൊക്കെ ഇപ്പൊ ആരോട് പറയാനേ? കെട്ടിങ്ങോട്ട് അഴിച്ചാൽ ഇതിനും വലിയ കെട്ടായിട്ടാണ് മറ്റയാൾ വരുന്നത്. ശരി തന്നെയല്ലേ ഇത്? ദുഃഖം. അതുകൊണ്ട് ആരും ആരേക്കാളും കേമൊന്നുമല്ല. എല്ലാവരും ഇങ്ങനെ ജീവിച്ചു പോകണു. അതുകൊണ്ട് ആരെയും നമ്മൾ നിന്ദിക്കാനും പരിഹസിക്കാനും കുറച്ച് കാണാനൊന്നും പോകണ്ട. എല്ലാവരും നമ്മുടെയൊക്കെ മാതിരി തന്നെയാണ്. നമുക്ക് തലവേദനയാണ്, മറ്റൊക്കെ പല്ലുവേദനയാണ്. എന്താ വേദനയുണ്ട്, ശരിയല്ലേ? നമുക്ക് മുട്ടുവേദനയാണ്, അയാൾക്ക് ഊരക്കാണ് വേദന. ആലോചിച്ചു. വേദനകൾ എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്, ദുരിതങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞതേ. അതുകൊണ്ട് ആരെയും നമ്മൾ കുറയ്ക്കേണ്ട. അവിടെ ഇപ്പം എന്താ വെച്ചാൽ ഈ മഹാരാജാവ് അങ്ങനെ വിചാരിച്ചു ഇല്ലല്ലോ നിരീക്ഷിച്ചിരിക്കുമ്പോൾ ഉണ്ടായ ഉണ്ണിയാണ് ഇത് ലോകോപദ്രവകാരിയായി. ഒടുക്കപ്പ രാജാവിന് തോന്നി വല്ലാത്ത ബാലപ്രഭവത്തിനേക്കാൾ ഇല്ലാത്ത ബാലപ്രഭവം സുഖം പോൽ. ഈ വല്ലാത്ത ജാതി ഉണ്ടായപ്പോ തോന്നി ഇല്ലാത്തത് അറിഞ്ഞു. എന്താ ചെയ്യല്ലേ പറയണ്ട. ഈ രാജാവിനാണെങ്കിൽ ഇവന്റെ ഈ ദുഷ്ടത കാരണം, വേനന്റെ ദുഷ്ടത കാരണം മടുത്തുവേ. എന്ത് രാജ്യം, എന്ത് കൊട്ടാരം, എന്ത് ഭരണം, എന്ത് സുഖം, എന്ത് ഭോഗം, എന്ത് ആഹാരം, എന്ത് നിദ്ര, ഇതിലൊന്നും ഒരു സന്തോഷം തോന്നിയില്ല. നമ്മൾക്ക് ഇതൊക്കെ ഒരു സന്തോഷം തോന്നണമെങ്കിൽ കുടുംബത്ത് സ്വൈരം ഉണ്ടാവണം, ശരിയല്ലേ? അവനവന്റെ കുടുംബത്തിൽ ഒരു സന്തോഷവും സ്വൈരം ഉണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ കയറി ചെല്ലുമ്പം, ഇല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം കയറി ചെല്ലും ഒരു സന്തോഷം ഉണ്ടാവില്ല. പിന്നെ വേറെ എവിടേക്കും പോകാൻ ആരും കയറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ശരി തന്നെയല്ലേ ഇത്? അതല്ല, നല്ല മട്ടും അത് നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കള്, നല്ല അമ്മാവൻ, നല്ല അച്ഛൻ, നല്ല അമ്മായിയമ്മ, നല്ല മരുമകള്, നല്ല മകൻ, നല്ല മകള്, എല്ലാം കൂടി നല്ലതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്നാൽ പിന്നെ മതിയാവില്ല, ശരിയല്ലേ ഇത്? ജീവിതത്തിനോടൊരു ഇഷ്ടമൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടേ. അപ്പൊ അതുകൊണ്ട് രാജാവിന് മടുത്തു. എന്ത് രാജ്യം, എന്ത് ഭരണം, എന്ത് അധികാരം, എന്ത് പദവി, എന്ത് കൊട്ടാരം ഒക്കെ ഇങ്ങോട്ട് മടുത്ത രാജാവ് എന്ത് ചെയ്തു? നാട് വിട്ടുപോയി. നാട് വിട്ട് പോണ സമയത്ത് രാജാവ് ഒരു കത്ത് എഴുതിയിട്ട് തലേനയുടെ അടിയിൽ വെച്ചിട്ടാ പോയത്. സംസ്കൃതത്തിലാണ് എഴുതിയത്. എന്താ എഴുതിയെന്നറിയൂ? കഥപത്യം വരമന്യേ സതപത്യാൽ ശുചാം ബദൽ നിർവിദ്യേത ഗൃഹാൻ മർത്യോ യത് ക്ലേശ മഹാഗ്രഹാഹ എന്നും അങ്കൻ പോയി. മനസ്സിലായില്ല എന്നോ? ആ സംസ്കൃതത്തിലെ കത്ത്, അതാ മനസ്സിലാവാത്തത്. എന്താ എഴുതിയത് വെച്ചിട്ടുണ്ടോ? രാജാവ് എഴുതി വെച്ചതാണേ, കഥപത്യം വരം മന്യേ സതപത്യാൽ ശുചാം ബദൽ നിർവിദ്യേത ഗൃഹാൻ മർത്യോ യത് ക്ലേശ നിവഹാഗ്രഹാഹ. ഇനി ഇതൊന്നും ആരും കത്തിലെഴുതാൻ പോണ്ടോ. എന്താന്നറിയോ? കഥപത്യം വരം മന്യേ, നല്ല മക്കൾ ഉണ്ടാവണേനേക്കാളും നല്ലത് ചീത്ത മക്കൾ ഉണ്ടാവുക. എന്താ ഗുണം? അതുകൊണ്ട് എനിക്ക് ഈശ്വര വിചാരം ഉണ്ടായില്ലോ. ഇങ്ങനത്തെ ഒക്കെ ഓരോന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ ആരെ വിചാരിക്കാന്, ശരിയല്ലേ ഇത്? അങ്ങനെയാണ്. അവ രാജാവിന് ദുരിതമാണോ രാജാവിന്? എന്നാലും രാജാവ് അതിന് എന്ത് ചെയ്തു? ദുരിതമായിട്ടല്ല കൂട്ടിയത്. അങ്ങനത്തെ ഒരു മകൻ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയൊന്ന് തരായി. എങ്ങനെ തരായി? ഈശ്വര വിചാരം ഉറച്ചു കിട്ടി. മനസ്സിലാവട്ടോ പറയും. അതിപ്പോഴും നമ്മുടെ ഭാവമാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കണതേ. അപ്പൊ നമ്മൾക്കിപ്പോ ദുരിതം ഉണ്ടാവുമ്പോൾ നന്നായി ആയിക്കോട്ടെ, അങ്ങനെ ഒരു ദുരിതം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക. വീണ അതിപ്പോ എന്താ ഉണ്ടായി? ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് വീണു, കാലൊന്നും ഇങ്ങനെ നടക്കാൻ വയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് ഈ അമ്പലത്തിൽ വന്നിരുന്ന് കേൾക്കാം. അപ്പൊ അതുകൊണ്ട് ആഫീസിൽ പറയാൻ എളുപ്പമായി. കാലിന് വയ്യായോണ്ടാണ്, എനിക്ക് വരാൻ വയ്യ, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ സാറേ, ഞാൻ വരണ്ട, കുറച്ച് ദിവസം വരണ്ട, നോക്കപ്പെട്ട് കൊടുത്തു പോലും. അപ്പൊ അദ്ദേഹം 7 ദിവസം ഇരുന്ന് നല്ലോണം അങ്ങോട്ട് കേട്ടു. കാലൊടിയിൽ കേമല്ല, അല്ല. പക്ഷെ കാലൊടിഞ്ഞത് അദ്ദേഹം കണക്കാക്കിയില്ല. അതുകൊണ്ട് ഇത് തരായില്ലോ നിരീച്ചാ ഒടിഞ്ഞതിനൊരു ഭാഗ്യമായിട്ട് കൂട്ടി. അതിപ്പോ ഒടിഞ്ഞത് ഭാഗ്യമായിട്ട് കൂട്ടിയാലും ദുരിതമായിട്ട് കൂട്ടിയാലും അവനവൻ അനുഭവിക്കണം. എന്നാലും ഭാഗ്യമായിട്ട് കൂട്ടുമ്പം അതിലൊരു ദുരിതത്തിന്റെ അംശം ഇല്ല. ശരിയോ തെറ്റോ? എപ്പോഴും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ജീവിതത്തെ എപ്പോഴും എങ്ങനെ കാണണം? നന്മയുടെ വശത്തിൽ കാണണം. പലതും ഉണ്ടാവും. നമ്മൾ പലതും പറയും. ചായ കൊണ്ടുവന്നപ്പോഴേ ഇതെന്താ അത് ഇത്രയേ ഉള്ളൂ, 1/2 ഗ്ലാസ്സേ ഉള്ളൂ എന്നും ചോദിക്കുക. 1/2 ഗ്ലാസ് ചായ ഉണ്ടല്ലോ ഇത് എന്നും പറയാം. 2 ഒരു ഗ്ലാസ്സിക്ക് നോക്കിയിട്ടാണ് പറയാം. എന്താ ആദ്യം പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ ചോദിക്കണത് ഒരു ഭാഷ. രണ്ടാമത്തെ 1/2 ഗ്ലാസ്. അങ്ങനെ നോക്കൂ, ഏതതിൽ നല്ലത്? ആ രണ്ടാമത്തെ ജാതിയാണ് നല്ലതേ. നല്ലൊരു മനോഭാവം. ആ മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും സങ്കടം ഇല്ലാണ്ട് മുമ്പിലേക്ക് പോവേ. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരോടും മുഷിഞ്ഞും ഇങ്ങനെ മുഷിഞ്ഞും കൊണ്ടേയിരിക്കും. ചിലപ്പോ ചിലർ നമ്മളോട് വെറുതെ മുഷിയണില്ലേ, ഒരു കാര്യം ഉണ്ടാവില്ല. ബസ് കയറി നമ്മളെ കാശ് അങ്ങോട്ട് കൊടുത്തു,
ചിലരെങ്ങനെയാണ് ബസ്സിൽ കയറി കാശ് കൊടുത്തപ്പോൾ കണ്ടക്ടർ ചോദിച്ചേ 50 പൈസ ഉണ്ടാവുമോ? 50 പൈസ തരില്ല, താൻ എന്ത് ചെയ്യും? അല്ല സാറേ 50 പൈസ വേണ്ട, തരും, താൻ എന്ത് ചെയ്യും? കണ്ടക്ടറിന് എന്ത് ചെയ്യും? ജാതിയൊക്കെ ഓരോന്ന് കയറി എന്ത് ചെയ്യുക പാവം? അപ്പൊ എന്തിനാ ഈ പാവം സാധു അദ്ദേഹത്തിന്റെ കുടുംബത്തേക്ക് അരി വാങ്ങി കുട്ടികളും കുടുംബമായിട്ട് കഴിയാനാണ് പാവം രാവിലെ ഈ പാത്രം എടുത്ത് പുറപ്പെട്ടത്. എന്തിനാ പണിക്ക് ഇറങ്ങിയത്? അയാളുടെ നെഞ്ചത്ത് കാരണം വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ഓരോരുത്തരും പാവം അവനവന്റെ ജീവിതം വട്ടം കൂട്ടാനാണ് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നിനും ഇറങ്ങുന്നത്. എന്തിനു ഈ വഴിയിൽ കണ്ടവന്റെ തലയിൽ കയറി അവരെ നിന്ദിച്ച് അപമാനിച്ച് പാവങ്ങളുടെ മനസ്സിന് വിഷമുണ്ടാക്കണം? നല്ലോണം പറഞ്ഞു വെച്ചാൽ കണ്ടക്ടർ 50 പൈസ ഇല്ല കേട്ടോ, നീ 50 പൈസ കുറഞ്ഞാലും വിരോധമില്ല, അങ്ങയുടെ ഉള്ളത് തന്നോളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വീശയല്ല ചിലപ്പോൾ എടുത്തു തരും. ശരിയോ തെറ്റോ? അദ്ദേഹത്തിന് തോന്നി പാവ സാധു മനുഷ്യൻ, അദ്ദേഹത്തിന് 50 പൈസ നമ്മൾ വാങ്ങാൻ പാടില്ല, ഇല്ല ഉണ്ട് സാറേ ഉണ്ടാവില്ല, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു തരും. അത്രയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ലോണം പെരുമാറുക ആൾക്കാരോട്. ഏതായാലും കുറച്ചു കാലം ഭൂമിയിൽ ഉണ്ടാവും, അത് കഴിഞ്ഞൊക്കെ അതന്നെ. അപ്പൊ അത് മൈക്കിൽ കൂടി പറയേണ്ട കാര്യമൊന്നുമില്ല. ശരിയല്ലേ ഇത്? അല്ലേ, നമ്മളൊക്കെ അത്രയേ ഉള്ളൂ. കൂടിയില്ല ചൊല്ലിക്കോളൂ. കൂടിയില്ല ജനിക്കുന്ന നേരത്തും കൂടിയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. എന്തിന്? നമ്മളെല്ലാരും ഒന്നിച്ചാ ജനിച്ചത്? ഒന്നിച്ച് മരിക്കില്ല, വ്യത്യാസം ഉണ്ടോ കേട്ടിനും? പിന്നെ ഈ ഇടയ്ക്ക് എവിടെങ്കിലും പെരുമ്പാവൂര് വെച്ച് കാണും, ഇടയ്ക്ക് കാലടി വെച്ച് കാണും, ഇല്ലേ? ഇടയ്ക്ക് നമ്മൾ എറണാകുളത്ത് വെച്ച് കാണും, ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊന്ന് കാണും, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ അമ്പലത്തിൽ വെച്ചൊന്ന് കാണും. ഇതിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. എന്തിനു വെറുതെ ബസ് കയറി വരുമ്പോ കാലിന് ചവിട്ടി വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് ലഹള കൂടുന്നത്? അത്രയേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂല്ലേ? അത്ര നിസ്സാരല്ലേ നമ്മുടെയൊക്കെ കാര്യം അല്ല? അതുകൊണ്ട് ഈ തമ്മിത്തല് ശണ്ടയൊക്കെ അന്തല്യാണ്. അതാ പറഞ്ഞത്, ഈ രാജാവ് നാട് വിട്ടു. ഈ രാജ്യം ഭരിക്കാൻ ആരും ഇല്ലേണ്ടേ, ഈ രാജ്യം ഭരിക്കാൻ ആളില്ലേണ്ടേ, ബുദ്ധിമുട്ടായി. എന്താ കാരണം? അരാജക ഭയം. എന്താ പേര്? രാജാവ് പറഞ്ഞിട്ടൊരു അധികാരസ്ഥാനം ഇല്ലെങ്കിൽ നാട്ടിൽ എന്താ ഉണ്ടാവുക എന്നറിയോ? മത്സ്യധർമ്മം വരും. എന്ത് വരും? ഈ മത്സ്യധർമ്മം വരും എന്ന് പറഞ്ഞാൽ എല്ലാവരും മത്സ്യ കച്ചവടക്കാരാവുന്ന? അതല്ല, മത്സ്യധർമ്മം വരിക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചോ, ഈ മത്സ്യങ്ങളുടെ ധർമ്മം എന്താ വെച്ചാൽ, വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ വിഴുങ്ങും, ഈ മത്സ്യത്തെ അതിനേക്കാളും വലിയ മത്സ്യം വിഴുങ്ങും, അവനേക്കാളും വലിയ ഇതാണ് എന്ത്? നമ്മുടെ നാട്ടിലെ പച്ച ഭാഷയെ പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ അതില്ലാത്തവനെ മിണുങ്ങും. അതന്നെ. ശരിയോ തെറ്റോ? ഇതൊക്കെ അധികാരം ഉണ്ടായിട്ട് തന്നെ കയ്യോക്കുള്ളവർ ഓരോന്ന് കാണിക്കുന്നുണ്ടല്ലേ നമ്മുടെ നാട്ടില്? അപ്പൊ അധികാരസ്ഥാനം, ഒരു കേന്ദ്രാധികാര കോടതിയും ഇങ്ങനെയൊക്കെയുള്ള ഒരു അധികാരസ്ഥാനം നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും? അതുകൊണ്ടാണ് ഒരു പരമാധികാര സ്ഥാനം ഏത് നാട്ടിലും വേണം. അത് പണ്ട് മുതലേ ഉണ്ട്. ഇനി രാജാവ് ആച്ചാ രാജാവ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലൊരു അധികാരം വേണം, ഒരു ഗവൺമെന്റ് വേണം. നമുക്ക് അല്ലെങ്കിൽ ശരിയാവില്ല. അതാ രാജാവ് ഇവിടെ നാട് വിട്ടു പോയില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? മഹർഷിമാരെ വിളിച്ചു ചോദിച്ചു. മഹർഷിമാരെ എന്താ ചെയ്യുക? മഹർഷിമാര് പറഞ്ഞു, രാജാവ് പോയ രാജാവിന്റെ മകനെ രാജാവാക്കുക. അങ്ങനെ വേനനെ രാജാവാക്കി. എന്തിനാ രാജാവാക്കിയത്? അരാജക ഭയാദേശകൃതോ രാജാതർഹണ. കൊള്ളാത്തവനാണെങ്കിലും അരാജക ഭയം കാരണം അദ്ദേഹത്തെ പിടിച്ച് രാജാവാക്കി. അങ്ങനെ ഈ വേനൻ രാജാവായപ്പോ എന്തുണ്ടായി എന്നറിയോ? നാട്ടിലെ കള്ളന്മാരൊക്കെ നാട് വിട്ടു. ആര് നാട് വിട്ടു? നാട്ടിലെ കള്ളന്മാരൊക്കെ നാട് വിട്ടേ. എന്താ കള്ളന്മാര് നാട് വിട്ടത്? ഇവിടെ ഹോൾസെയിൽ ഡീലറാണ്. വലിയ കള്ളനാ നാട് ഭരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചില്ലറ കള്ളന്മാർക്കൊന്നും ഒരു കഥയില്ല. അതുകൊണ്ട് അവര് ഇപ്പൊ കള്ളന്മാര് നാട് വിട്ടു വെച്ചാൽ സജ്ജനങ്ങളൊക്കെ എന്നേ വിട്ടിട്ടുണ്ടാവും. ശരിയല്ലേ? ഇത് അങ്ങനെ ഇവൻ രാജാവായ അന്ന് തന്നെ ഒരു ഓർഡിനൻസ് ഇറക്കി. നഷ്ടവ്യം ഹോതവ്യം ദാതവ്യം ദിജാഹ്വചിൽ. യാഗം കഴിക്കരുത്, ഹോമം കഴിക്കരുത്, ദാനം കൊടുക്കരുത്. ഓർഡിനൻസ് ഇറക്കി. ദാനൊന്നും കൊടുത്തില്ല. ഉള്ളവൻ ഇല്ലാത്തവർക്ക് കൊടുത്താലല്ലേ ഇല്ലാത്തവർക്കും നേരെ കഴിയാൻ പറ്റുള്ളൂ. എന്താ രാജാവിന് വിവരമില്ലായോണ്ടാവും എന്ന് വിചാരിച്ച് മഹർഷിമാരെല്ലാരും വട്ടത്തിലിരുത്തിയിട്ട് രാജാവിന് ഉപദേശിച്ചു. രാജാവേ, അങ്ങനെ പറയരുത്, ഇങ്ങനെയാണ് വേണ്ടത്, ദാനം പാടില്ല എന്നൊന്നും പറയരുത് നമുക്ക് ഉപദേശിച്ചു. ഞാൻ ഉപദേശിക്കുമ്പോ മഹർഷിമാരല്ലേ, വിദ്വാൻമാരല്ലേ, അറിവുള്ളവരല്ലേ ഒന്ന് കേൾക്കാന്നൊന്നും വിചാരിച്ചില്ലേ രാജാവ്. വേനൻ എന്ത് ചെയ്തു? വേനൻ ധിക്കാരത്തോടെ ഇങ്ങോട്ട് എണ്ണീറ്റിട്ട് മഹർഷിമാരുടെ നേരെ നോക്കിയിട്ട്, എന്താ ഈ ബെറ്റുകൾക്കൊക്കെ ചോറ് പടയും കൂറ പടയും എന്നുള്ള മട്ടിൽ കുറച്ച് അശ്ലീലായിട്ടൊക്കെ സംസാരിച്ചു. ആരോട്? ഈ മഹർഷിമാരോട്. മഹർഷിമാർക്ക് മനസ്സിലായി ഇത് കുഴല് വളയാന്നല്ലാതെ വാല് നിവരില്ല. ഇതിന്റെ വാല് ആരുടെ കുഴല്? ഇത് നമ്മുടെ പഴയ സാധനങ്ങളാണേ. പറയാറില്ലേ നമ്മുടെ നാട്ടില്? ഇതിന്റെ നായയുടെ വാല് അത്ര അതന്നെ 12,000 അല്ല, ഇനി 50 കൊല്ലം ഇട്ടാലും
കുഴല് ചിലപ്പോൾ വളയിരിക്കും, പക്ഷെ വാലെന്തായാലും നിവരില്ല എന്ന് പറഞ്ഞാൽ മതി. ഇത് നന്നാവാത്ത ജാതിയാണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ മഹർഷിമാർക്ക് മനസ്സിലായി നന്നാവില്ല. അപ്പൊ അവരെല്ലാരും കൂടി എണീറ്റ് അങ്ങനെ ഒരു ഹുങ്കാരം, അങ്ങനെ പറയില്ലേ നമ്മൾ, ധിക്കാരി എന്നൊക്കെ പറയുന്ന മാതിരി. അപ്പൊ മഹർഷിമാരുടെ എല്ലാവരുടെയും കൂടി ഉള്ളിൽ നിന്ന് എന്നുള്ള ഹും ഒന്നിച്ചാ വന്നത്. ഈ മഹർഷിമാരുടെ ഉള്ളിൽ നിന്ന് വന്ന ഹുമ്മിന്റെ ശക്തിയില് നമ്മുടെ വേനൻ ഹുമ്മായിപ്പോയി. ചെന്താ ചത്തുപോയി എന്ന് വർത്തമാനം പറയുമ്പോ എന്തായിരുന്നു നാവിന്റെ നീളം ഇത്രക്കേ ഉള്ളൂ. അങ്ങനെ വേനൻ മരിച്ചു, മഹർഷിമാര് പോയി. വേനന്റെ ശവശരീരം എണ്ണത്തോണിയിൽ എടുത്തു വെച്ചിട്ട് ഈ സുനീത മഹാറാണി എന്ത് ചെയ്തു? വീണ്ടും മഹർഷിമാരെ വരുത്തി. അങ്ങനെ മഹർഷിമാര് വന്നു, അരാജക ഭയം. അപ്പൊ അവര് വന്നിട്ട് ഈ വേനന്റെ എണ്ണത്തോണിയുടെ ശരീരം എടുത്ത പുറത്തേക്ക് വെച്ചിട്ട് കാല് പിടിച്ച് കടഞ്ഞു. കാല് പിടിച്ച് കടഞ്ഞപ്പം കാലിന്റെ മുകളിൽ നിന്ന് കറുത്ത് നീളം കുറഞ്ഞിട്ടൊരു സ്വരൂപം പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ സ്വരൂപം എന്ത് വന്നു? അടുത്തേക്ക് വന്നിട്ട് മഹർഷിമാരുടെ വസ്ത്രം പിടിച്ചു വലിച്ച് ഞാൻ എന്താ വേണ്ടത് ചോദിച്ച് ധൃതി കൂട്ടി. അപ്പൊ മഹർഷിമാര് ഒരു സ്റ്റൂള് നീക്കിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇരിക്കേ എന്നും പറഞ്ഞു. സംസ്കൃതത്തിലാണല്ലോ പറയുക, നിഷീത, ഇരിക്കുക അവിടെ എന്നും പറഞ്ഞു. നിഷീത എന്ന് പറഞ്ഞ് ഇരുത്തിയവനായതുകൊണ്ട് ഇവൻ നിഷാദനായിപ്പോയി. നിഷാദൻ എന്ന് പറഞ്ഞ കാട്ടുജാതിക്കാരുടെ ആളാണ്. മനുഷ്യൻ ഭരിച്ചിട്ട് നന്നാവാത്തത് കാട്ടുജാതിക്കാരൻ ഭരിച്ചാൽ നന്നാവുമോ? അങ്ങനെ എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. ആരെ പറഞ്ഞയച്ചു? അവനെ കാട്ടിക്ക് പറഞ്ഞയച്ചു. പിന്നെ എന്താണ്ടായിച്ചാൽ പിന്നെ എന്താണ്ടായി? ഈ രാജാവ് വേനന്റെ കൈ പിടിച്ച് കടഞ്ഞപ്പം ഒരു കയ്യിൽ നിന്ന് സുന്ദരസ്വരൂപനായിട്ട് ഒരു പുരുഷരൂപവും മറ്റേ കയ്യിൽ നിന്ന് അതിസുന്ദരിയായിട്ടൊരു സ്ത്രീ സ്വരൂപം ഇങ്ങോട്ട് വന്നു. അതിൽ ഈ പുരുഷ സ്വരൂപത്തിന്റെ പേര് പൃഥു എന്ന് പറയും. ഭഗവാന്റെ അംശമായിട്ടാണ് അവതരിച്ചത്. പൃഥു മഹാവിഷ്ണു ഭഗവാന്റെ അംശമായിട്ട് പൃഥു ആയിട്ട് അവതരിച്ചു. മാത്രല്ല ആ സ്ത്രീ സ്വരൂപം ആരാന്നറിയോ? ലക്ഷ്മി ദേവിയുടെ അംശമാണ്, അർച്ചിസ് എന്നും പറയും. ഇവര് രണ്ടാളും കൂടി ഇങ്ങനെ വന്ന സമയത്ത് മഹർഷിമാര് ഇവരെ രണ്ടുപേരെയും ആദിരാജാവായിട്ടും ആദിരാജ്ഞിയായിട്ടും വാഴിച്ചു. അങ്ങനെ ആദിരാജാവും ആദിരാജ്ഞിയായിട്ട് പൃഥുവും അർച്ചിസും കൂടി ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് മഹർഷിമാര് നല്ലോണം സ്തുതിച്ചു. അവർക്കൊക്കെ സമ്മാനം കൊടുത്തു. രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രജകളെല്ലാവരും വന്നിട്ട് ഇങ്ങനെ വിശക്കണോ എന്ന് പറഞ്ഞ കരയാൻ തുടങ്ങി. രാജാവ് നോക്കിയപ്പോൾ നാട്ടിലൊന്നുമില്ല, എല്ലാം സമ്പത്തില്ല, ധന്യമില്ല, ധനമില്ല, സമൃദ്ധിയില്ല, ഒന്നുമില്ല, ഒക്കെ പോയിരിക്കണേ, മരുഭൂമി പോലെ കിടക്കണേ. അപ്പൊ ഇതൊക്കെ എവിടേക്കാ പോയത്? നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഭൂമി ദേവി ഇതൊക്കെ കൊണ്ടുപോയിട്ട് തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ രാജാവ് ഭൂമിദേവിയോട് പറഞ്ഞു, ഭൂമിദേവിയെ ഇതൊക്കെ എങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട, പുറത്തൊക്കെ എടുത്തോളൂ, ആളുകൾ ഇവിടെ പട്ടിണി കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ഭൂമിദേവി പറഞ്ഞത് കേൾക്കാതെ ഒരു പശുവിന്റെ രൂപം ധരിച്ച് മുമ്പിലോടി മുമ്പിലോടിയേ അങ്ങനെ ഓടുകയാണേ പശു. അപ്പൊ രാജാവിന് മനസ്സിലായി ഇത് കള്ളത്തരാണെന്ന്. രാജാവ് എന്ത് ചെയ്തു? തേരിൽ കയറി പിമ്പിലോടി, അമ്പ് ഇങ്ങനെ പിടിച്ചു, ഉപ്പയക്കുന്ന. അപ്പം ഭൂമിദേവി ചോദിച്ചു, അങ്ങ് സ്ത്രീവധം ചെയ്യില്ലല്ലോ എന്ന് വെച്ചാൽ എന്താർത്ഥം? ഈ പഴയ കാലത്തെ ശ്രദ്ധിച്ച് കേൾക്കണം. പഴയ കാലത്തൊരു സമ്പ്രദായമുണ്ട്, സ്ത്രീകൾക്ക് വധശിക്ഷയില്ല. സ്ത്രീകൾ എത്ര വലിയ കുറ്റം ചെയ്താലും സ്ത്രീകൾക്ക് എന്തില്ല? വധശിക്ഷയില്ല, കൊല്ലില്ല. എത്ര വലിയ കുറ്റം ചെയ്താലും സ്ത്രീകൾക്ക് വധശിക്ഷയില്ല. ഇതൊക്കെ പഴയ കാലത്തേതാട്ടോ. ഇതൊന്നും കേട്ടോരൊന്നും ചെയ്യാൻ പോട്ടാ. ഇപ്പോഴൊക്കെ സ്ത്രീ പുരുഷനൊന്നും ഇല്ല, നല്ലോണം കുറ്റം തെളിഞ്ഞ ശിക്ഷയൊക്കെ പണ്ട് പത്രമൊക്കെ വായിച്ചോളൂ പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് വധശിക്ഷ സ്ത്രീകൾക്കില്ലേ. സ്ത്രീകൾക്ക് പരമാവധി ശിക്ഷ എന്താണെന്നറിയോ? നാട് കടത്തൽ. എന്താണ്? നാട് കടത്തൽ. അത്രയേ ഉള്ളൂ ശിക്ഷ. നാട് കടത്തൽ ശിക്ഷയുണ്ട്. നാട് കടത്തൽ ശിക്ഷ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ എറണാകുളത്തു നിന്നാണ് കുറ്റം ചെയ്തെന്ന് കൂട്ടിക്കോളൂ. എറണാകുളം സൗത്ത് നിന്ന് കുറ്റം ചെയ്ത് ആലുവയ്ക്ക് നാട് കടത്തും. ഉച്ചയ്ക്കുള്ള മറ്റേ മെമൂനും ഇങ്ങോട്ട് പോന്നാൽ മതി. മത്തൻ്റെ കാലിനൊരു മെമു ഇല്ലേ, അതിനും ഇങ്ങോട്ട് പോരുക വേണ്ട. അരി കഴുകി അടുപ്പത്തിട്ട് നല്ലൊരു വിറകിന്റെ കൊള്ളിയും കൂട്ടി ഇത്ര വെള്ളം ഒഴിച്ചാൽ നല്ലോണം അടച്ചു വെച്ച് പോകും. തിരിച്ചെത്തുമ്പോഴേക്ക് അരി വാർക്കാറാവും. എന്താ കാരണം? പിന്നെ ഒരു മോരോ ഒഴിച്ചുകൂട്ടാണ്ടാക്കിയിട്ട് ഊണൊഴിക്കേ വേണ്ടു. തിരിച്ചു വന്നു എന്ന് ആരും ചോദിക്കില്ല, നാട് കടത്തിയൊന്നേ ചോദിക്കില്ല. അത്രയ്ക്കുള്ള ശിക്ഷ ചടങ്ങാണ്. അപ്പൊ അത് വെച്ചിട്ടാ ചോദിച്ചത്, അങ്ങനെ കൊല്ലില്ലല്ലോ എന്ന്. ഇത് തഞ്ചം പറയല്ലേ. രാജാവ് പറഞ്ഞു, പറയാം, നീ എന്റെ നാട്ടിൽ അന്തല്യായി കാണിക്കുന്നത് സ്ത്രീയാണെങ്കിലും ഞാൻ കൊല്ലുമെന്ന് പേടിപ്പിച്ചു. അപ്പം ഭൂമിദേവി ചോദിച്ചു, എന്നെ കൊന്നാലേ അങ്ങയുടെ പ്രജകളെ എവിടെ നിലനിർത്തും ചോദിച്ചു. ഭൂമിയില്ലെങ്കിൽ അങ്ങനെ നിൽക്കും. രാജാവിന് മനസ്സിലായി ഇത് തന്ത്രാണെന്ന്. രാജാവ് പറഞ്ഞു, എന്നെ കൊന്നാലും എൻ്റെ പ്രജകളെ ഞാൻ എൻ്റെ യോഗശക്തിയിൽ നിലനിർത്തുന്നും പറഞ്ഞു. അപ്പം ഭൂമിദേവിക്ക് തോന്നി ചിലപ്പം അദ്ദേഹം പറഞ്ഞ മാതിരിയൊക്കെ നിലനിർത്തി എന്നൊക്കെ വരും. ചത്തുപോയാൽ ആർക്ക് പോയി? തനിക്ക് പോയി, അല്ലാണ്ട് ആർക്ക്? ഭൂമിദേവി വേഗം വന്ന് തൊഴുതിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഈ വേനനെ പോലെയുള്ള ദുഷ്ടന്മാരെ ഭൂമി ഭരിക്കുന്ന കാലത്ത് ഇവരിതൊക്കെ നശിപ്പിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, വേണ്ടതൊക്കെ എടുത്തോളൂ എന്നും പറഞ്ഞു. പശുവിന്റെ രൂപത്തിൽ വന്നതുകൊണ്ട് യോഗ്യന്മാരായ പശുക്കിടാങ്ങളെ കൊണ്ടുവന്ന് ഓരോന്നായിട്ട് കൊണ്ടുവന്ന് ഓരോരുത്തരും ഋഷിമാർ അവർക്ക് വേണ്ടത്, മനുഷ്യന്മാർ അവർക്ക് വേണ്ടത്, അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് വേണ്ടത് കറന്നെടുത്തു എന്ന് പറയും. അപ്പോഴാണ് ഈ ഭൂമിദേവി പറഞ്ഞു,
ഈ മഹാരാജാവിനോട് പറഞ്ഞു, രാജാവേ, ഈ ഭൂമിയിലാണെങ്കിലേ കുണ്ടും കുഴിയും കുന്നും മലകളും ഒക്കെയാണ്. അങ്ങനെ നിരന്ന സ്ഥലങ്ങളില്ല, കുണ്ടും കുഴിയണേ. അതുകൊണ്ട് മഴ പെയ്താൽ വെള്ളം ഒഴുകി വന്ന് വല്ല കുഴിയിലും ചെന്ന് ചേരും. അതുകൊണ്ടൊന്ന് നിരത്തി പരത്തി നേരാവണ്ണം വെള്ളം നിൽക്കണ മാതിരി പരത്തി തരണം എന്ന് പറഞ്ഞു. മഹാരാജാവ് തന്റെ വില്ലിന്റെ തണ്ടോണ്ട് ഭൂമിയെ നല്ലോണം നിരത്തി പരത്തി പാകപ്പെടുത്തി കൊടുത്തു, വെള്ളം നിൽക്കണ മാതിരിയാക്കി കൊടുത്തു. ഭൂമിദേവിക്ക് സന്തോഷമായി. ഭൂമിദേവി ചെന്നിട്ട് മഹാരാജാവിന്റെ കാൽക്കൽ ചെന്ന് തൊഴുതിട്ട് പറഞ്ഞു, അങ്ങ് എനിക്ക് അച്ഛനെ പോലെ ബഹുമാന്യനാണ് എന്ന് പറഞ്ഞു തൊഴുതു. രാജാവ് ഭൂമിദേവിയെ തന്റെ മകളെ പോലെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു. അങ്ങനെ ഭൂമിദേവി ഈ പൃഥു മഹാരാജാവിന്റെ മകളായി എന്നുള്ള മട്ടായി. പിന്നെ ഭൂമിയുടെ ആ പേരെന്നെ മാറി. പൃഥു മഹാരാജാവിന്റെ മകളാവുക കാരണത്താൽ ഭൂമിക്ക് പൃഥിവി എന്നൊരു പേരുണ്ടായി. പൃഥുവിന്റെ മകളായതുകൊണ്ട് അങ്ങനെയാ പൃഥിവി എന്ന് പേരുണ്ടായത്. ഈ പൃഥു അങ്ങനെയൊക്കെ ഉണ്ടായി കഴിച്ചു കൊടുത്തു. ഇതാണ് പൃഥുചരിതത്തിന്റെ ഒരംശം. ഒരംശം കൂടി. ഈ അംശത്തിൽ എന്താ പറഞ്ഞു വെച്ചാല് 2 കാര്യം അവിടെ പറയാനുള്ളത്. എന്താണെന്നാണെങ്കിൽ, ഭൂമിയിൽ വെള്ളം നിൽക്കണ മാതിരി നിരത്തി പരത്തി കൊടുത്തു എന്നും ഭൂമിയിൽ നിന്ന് വേണ്ടത് കറന്നെടുത്തു എന്നും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ ഭൂമിയിൽ നിന്ന് കറന്നെടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ചക്കയും മാങ്ങിയും നെല്ലും മരിയും കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളരിക്കും അതും ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ കറന്നെടുക്കണത്? ഭൂമിയിൽ നിന്നല്ലേ. ഈ ഭൂമിയിൽ നിന്നല്ലേ നമ്മൾ ഇതൊക്കെ സ്വീകരിച്ച് ജീവിച്ചു പോണത്, ശരിയല്ലേ? പിന്നെ അതാണ് ഒന്ന്. പിന്നെ ഭൂമിയിൽ വെള്ളം നിൽക്കണ മാതിരി പരത്തി കൊടുത്തു വെച്ചാൽ എന്തിനാ വെള്ളം നിൽക്കണ മാതിരി പരത്തണത്? നീന്താനോ? അല്ല. അപ്പൊ എന്തിനാ അത്? പാടത്തൊക്കെ കൃഷി, പാടമൊക്കെ ഉണ്ടോ നാട്ടിലെ? വയലൊക്കെ ഉണ്ടോ? വയലിലൊക്കെ പണ്ട് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം നിൽക്കണ മാതിരി നിരത്തിയും പരത്തിയൊക്കെ നേരിയൊക്കില്ലേ? എന്തിനത്? നേരാവണ്ണം എല്ലാത്തിനും വെള്ളം ഒരുപോലെ കിട്ടാൻ ഇങ്ങനെ നിന്നാൽ വെള്ളം, വയലിലൊക്കെ വെള്ളം നിന്നാൽ കൃഷി നേരെയാവില്ല. അപ്പൊ അതിനാണ്. അപ്പോൾ നേരാവണ്ണം കൃഷി ചെയ്ത് നേരെയാക്കാനാണ് ഈ വെള്ളം നേരെ നിർത്തി കൊടുക്കണത്. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയൂ? പൃഥു മഹാരാജാവ് കൃഷിക്ക് വേണ്ടതായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. പ്രജകള് അവരുടെ അധ്വാനം അതിൽ പ്രയോഗിച്ചു. രാജ്യം സമൃദ്ധായി എന്നാണ്. നോക്കൂല അന്നത്തെ രാജാക്കന്മാരുടെ പ്രത്യേകത. ഇന്നത്തെ രാജാക്കന്മാരുടെ മാതിരി ലോണ് കൊടുക്കുകയല്ല ചെയ്തത്. എന്നൊക്കെ എന്താ ചെയ്യുന്നത്? കാർഷിക ലോൺ. എന്താ പേര്? കാർഷിക ലോൺ കൊടുക്കും. കാർഷിക ലോണൊക്കെ വാങ്ങാൻ പോണവർ ഈ കൗണ്ടറിൽ നിന്ന് കാശ് വാങ്ങുമ്പോൾ മറ്റേ കൗണ്ടറിൽ നിന്ന് കയറും കൂടി വാങ്ങിയിട്ട് പോയിക്കോളും. എന്തിനാന്നോ? വേണ്ടി വരും. പിന്നെ ഒടുക്കൊരു ചീത്തപ്പേരുണ്ടാക്കണ്ടല്ലോ, മറ്റവന്റെ കയറുമ്മല് മാവിന്റെ കൊമ്പത്തേക്ക് കയറിയെന്ന്. എന്തിനാ? പത്രത്തിൽ വായിക്കാറില്ലേ? നമ്മൾ പരിഹാസം പറയല്ലോ, സങ്കടം ഉണ്ട്. പത്രത്തിൽ വായിച്ചിട്ടില്ലേ? കർഷകൻ ആ നിലയിൽ, കർഷകൻ ഈ നിലയിൽ. മോഹിച്ചിട്ട് അപ്പം മാവിന്റെ കൊമ്പത്തേക്ക് കയറണത്. പാവങ്ങൾ കാശ് കിട്ടുമ്പോൾ എനിക്ക് അത്യാവശ്യങ്ങളൊക്കെ ചെയ്ത് പോയി തിരിച്ചടയ്ക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? മാറ്റം ചെപ്പതിക്ക് വരില്ലേ? അതിൻ്റെ മുമ്പ് നാണുമാനും പോണതിൻ്റെ മുമ്പ് എന്തല്ലേ കഷ്ടം. അന്ന് അങ്ങനെയല്ല. അതായത് ശ്രദ്ധിക്കണം, ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ആ നാട്ടിലെ മനുഷ്യരാണ്. അപ്പൊ ഭാരതം പോലെ ഒരു രാജ്യത്ത് ജനസംവിധി ധാരാളം ജനസാന്ദ്രതയുള്ള ജനങ്ങളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഇതിനാണ് മാനവ വിഭവം എന്ന് പറയുന്നത്. നമുക്കൊരു വകുപ്പുണ്ട്, മാനവ വിഭവശേഷി. എന്താ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി എന്ന് കേട്ടിട്ടില്ലേ? ആര് കേൾക്കാനാണ്? അങ്ങനെ ഒരു മന്ത്രിയും വകുപ്പൊക്കെ ഉണ്ട്. മാനവ വകുപ്പ്. നമ്മുടെ മനുഷ്യരുടെ നമ്മുടെ നാട്ടിലെ ഓരോരുത്തരുടെയും ശക്തിയും പ്രഭാവവും രാഷ്ട്രത്തിന്റെ നന്മയ്ക്കായിട്ട് വിനിയോഗിച്ച രാജ്യം എത്ര നേരിയവും. ശരി, ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ പലതിലും ആളില്ലെന്നേ. അവിടെ പെണ്ണുങ്ങളോട് പെറ്റോള് ലോണ് തരാന്ന്. ഇതിന് ഞങ്ങൾക്ക് നേരമില്ലെന്ന്. അവർക്ക് ആളുകൾക്കൊന്നും അതിനൊന്നും മോഹമില്ല. സന്താനങ്ങൾ വേണമെന്നുള്ള അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ മാതിരി സന്താനങ്ങൾ ഒരു ഭംഗി വിശിഷ്ടാണ്, ഈശ്വരീയമായ അനുഗ്രഹമാണ്, അതൊരു നന്മയുടെ വശമാണ്. കുടുംബം ഉണ്ടാവണം, അത് പാരമ്പര്യമായിട്ട് നിരിക്കണം എന്നൊക്കെയുള്ളൊരു സമ്പ്രദായം ഇപ്പോഴും ഇല്ലേ? അങ്ങനത്തെ ഒന്നും അവിടെയൊന്നും അങ്ങനെ ധാരാളം അങ്ങനത്തെ ഒരു സമ്പ്രദായം ഒന്നും ഇല്ലാത്തതുകൊണ്ട് സന്താനങ്ങളൊന്നും വലിയ വിഷയമല്ല. നമുക്കതൊക്കെ വലിയ കാര്യമാണല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ ചോദിക്കും. അവർക്കത് സ്വൈരക്കേടാണ്. നമ്മളത് ചോദിക്കുന്നത് സ്വൈരക്കേടെന്നല്ല, നമ്മളൊരു ഐശ്വര്യമാണ് ചോദിക്കുന്നത്. സന്താനങ്ങളൊക്കെ ഉണ്ടായിട്ട് കുടുംബമൊക്കെ നല്ലോണം വർദ്ധിച്ച് സന്തോഷമാവണില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേൾക്കണവർക്ക് ഇഷ്ടമല്ലെങ്കിലും എപ്പോഴും നമുക്കൊരു മോഹാണേ. ഉണ്ണികളുണ്ടാവണം, പെൺകുടങ്ങളുണ്ടാവണം, കുടുംബങ്ങൾ വർദ്ധിക്കണം, അങ്ങനെയൊക്കെ നാട് നന്നാവണം എന്നൊക്കെ ഒരു മോഹം, പഴയ സങ്കല്പമാണ് നമ്മുടേത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ മനുഷ്യന്റെ ശക്തി വേണ്ട വിധത്തിൽ പ്രയോഗിച്ചു രാജു പൃഥുവിന്റെ ഒരു മഹിമ. ഇതാണ് പൃഥുചരിതത്തിന്റെ ഒരു ഘട്ടം.